2015 ആണ്ടിൻ്റെ അവസാന ദിനത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ ധ്യാനിപ്പാൻ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യകരമായ അവസരത്തിൽ നന്ദി പറയാം. 2016 പ്രവേശിപ്പാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസത്തെ നമ്മുടെ ധ്യാനവും പ്രാർത്ഥനയും കർത്താവിന് പ്രസാദകരമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാന സമാധാനവും ബലിയും സ്തോത്രവുമാകുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്ക് പാപപരിഹാരം നേടുവാൻ, കർത്താവിൻ്റെ ദുഃഖം മാറ്റുവാൻ, അത് നമ്മുടെ സന്തോഷമായി മാറുവാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ കഴിഞ്ഞ് ഇനിയും കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. പുതുവത്സരത്തിൻ്റെ സ്തോത്ര കുർബാനയ്ക്കായി നാളെ വെളുപ്പിനെ 5 മണിക്ക് ദൈവസന്നിധിയിൽ വരുവാൻ നമ്മൾ ഒരുങ്ങുന്നു. ഈ പശ്ചാത്തലത്തിൽ വിശുദ്ധ കുർബാന അനുഭവം ശിക്ഷാവധിക്കും പ്രതികാരത്തിനുമാകാതെ അത് അനുഗ്രഹമായി ദൈവപ്രസാദമായി തീരുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ജനുവരി 1-ാം തീയതി വർഷാരംഭവും നമ്മുടെ കർത്താവിൻ്റെ ചേലാകർമ്മവും വിശുദ്ധ ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയും കൂടിയാണ് നാളെ വെളുപ്പിനെ നടക്കാൻ പോകുന്നത്. അതൊരു നല്ല തുടക്കമിടുവാൻ അത് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒരു നല്ല തുടക്കം ഒരു കാര്യത്തിൻ്റെ പകുതി കാര്യം തീരുന്നതിന് തുല്യമാണ് എന്നുള്ള വചനപ്രകാരം അടുത്ത ഒരു വർഷക്കാലം നമ്മൾ ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്ത് ജന്മസാഫല്യം അടയുവാൻ, അതിനുള്ളതായ നല്ല തുടക്കമിട്ട് കർത്താവിനോടൊത്ത് തന്നെ അത് തുടങ്ങി കർത്താവിനോട് തന്നെ ഓർത്ത് തന്നെ അത് പൂർത്തീകരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെ നമ്മൾ കേട്ടതായ തിരുവചനങ്ങൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തന്നു. ആ ബോധം അനുതാപമായി മാറിയോ? അനുതാപം പാപവചന പ്രാർത്ഥനയായോ? ഞാൻ എൻ്റെ പാപം കർത്താവിൻ്റെ ഏറ്റുപറയുമെന്നൊരു തീരുമാനത്തിൽ നിങ്ങളെ എത്തിച്ചോ? 32-ാം സങ്കീർത്തന പ്രകാരം നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമെന്ന് പറയുമ്പം തന്നെ കർത്താവ് കുറ്റം ക്ഷമിച്ചു തരുമെന്നാണ് പറയുന്നത്. അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ പുരോഹിതനിലൂടെ പാപമോചന പ്രാർത്ഥന നടത്തപ്പെട്ട് കെട്ടുകൾ അഴിക്കുകയും കൂടി ചെയ്യുന്നു. പാപം, ശാപം, കൃത്യവിലോപങ്ങൾ ഇവയെല്ലാം നമുക്ക് ബന്ധനം കൂടെ വരുത്തുന്നുള്ളതുകൊണ്ട് ലാസർ അസമയത്ത് അകാലത്ത് മരിച്ചപ്പോൾ താൻ അടക്കപ്പെടുകയും ചീഞ്ഞു നാറുകയും കെട്ടപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. ദൈവശബ്ദം കേട്ടപ്പോൾ, യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ലാസർ ഉയർത്തെഴുന്നേറ്റുമെങ്കിലും കെട്ട് അവിടെ ഇരിപ്പുണ്ടായി. ആ കെട്ട് ശിഷ്യന്മാരെ കൊണ്ട് അഴിപ്പിച്ചു. അങ്ങനെ സ്വതന്ത്രമായി ലാസർ പന്തിയിലിരുന്ന് ആനന്ദിച്ചു. ഇന്നത്തെ കുർബാന ഉയർത്തെഴുന്നേറ്റ പ്രാണക്കുട്ടികളെല്ലാം കൂടെ ചേർന്ന് പുനരുത്ഥാന ജീവനായ യേശുവിനോടൊപ്പം പന്തിയിലിരിക്കുന്ന വിരുന്നാകട്ടെ എന്നോർപ്പിക്കുന്നു, ആർജിക്കുന്നു, ആശംസിക്കുന്നു. ലാസറിന് കിട്ടിയതായ അനുഭവങ്ങളൊക്കെ നമ്മുടേതാകട്ടെ. സ്വയാശ്രയത്തിൽ പാതാളത്തിൽ പോയ പ്രാണനൊക്കെയും ദൈവശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് കാത്തിരിപ്പിലൂടെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറി പാറയിൽ നിന്ന് സ്തുതി എന്ന പാട്ട് പാടുന്ന ആരാധനയും സ്തുതിയും സ്തോത്രവുമായി ഇന്നത്തെ ആരാധനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്രിസ്മസിന് ഒത്തിരി ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ ആശംസ കിട്ടി. നാളത്തെ പുതുവത്സരത്തിനുള്ള ഹാപ്പി ന്യൂ ഇയറും കിട്ടി. ഈ 2 ആശംസകൾ നമുക്ക് ഒത്തിരി കുന്നുകൂടി കിടക്കുകയാണ്. ഒത്തിരി ആശംസകൾ കിട്ടിയെങ്കിലും ദുഃഖം മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഒത്തിരി നാളായി നമ്മളിങ്ങനെ ആശംസകളുടെ മധ്യത്തിൽ ജീവിക്കുന്നു. പക്ഷേ നമുക്കത് അനുഭവമാകാതെ ഈ ആശംസയെല്ലാം തിരിച്ചു പോയോ? ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മളെ സന്ദർശിക്കുമ്പോൾ അതിനിരിക്കാൻ ഇടമില്ലെങ്കിൽ അത് തിരിച്ചു പോകുമെന്നാണ് തിരുവചനം. വിശുദ്ധ കുർബാനയിലെ സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആശംസകൾ പുരോഹിതനിലൂടെ ദൈവം നമുക്ക് തരുന്നു. പക്ഷെ അതുമല്ലോ നമ്മുടെ അകത്ത് കയറിയിട്ടുണ്ടോ, നിറഞ്ഞിട്ടുണ്ടോ, കവിഞ്ഞൊഴുകിയിട്ടുണ്ടോ, അതോ തിരിച്ചു പോയോ? അപ്പം നമ്മുടെ ഒരുക്കക്കുറവ് കൊണ്ടും നമ്മുടെ അവിശ്വാസം കൊണ്ടും നമ്മുടെ കൃത്യവിലോപങ്ങൾ കൊണ്ടും
നമ്മുടെ അടുത്തേക്ക് ദൈവം അയച്ചതായ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ഇടമില്ലാതെ തിരിച്ചുപോയി ദൈവസ്ഥയിൽ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ ആ കേസ് ആദ്യം തീർക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവെ ഞാൻ അത് ഏറ്റുപറയുന്നെന്ന് പറഞ്ഞോണം, എന്നിട്ട് ഭൂസോയ തരാൻ പോവാ. ഈ 2015 അവസാന ദിവസത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് പാപോദനം പ്രാപിക്കാനുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ പാപം എനിക്കുണ്ട്, എന്നെ ക്ഷമിക്കണം, എനിക്കതിൻ്റെ ബന്ധനമുണ്ട്, പുരോഹിതനെ തലേ കൈവെക്കുമ്പോൾ ആ ബന്ധനം അഴിച്ചു തരണം, എനിക്ക് സ്വതന്ത്രമായി കെട്ടുകൾ അഴിക്കപ്പെട്ട ലാസറിനെ പോലെ പന്തിയിൽ നിന്ന് ആനന്ദിക്കണം, ആനന്ദം ബലമാകണം, ആ ബലം നന്മയെ തിന്മേജിക്കുന്ന യുദ്ധത്തിൽ ഞാൻ എന്നെ ജയാളിയാക്കണം, ജയിച്ചവനായ യേശുവിനോട് എനിക്ക് ഇരിക്കണം, കർത്താവിൻ്റെ കല്യാണത്തിന് എനിക്ക് പോകണം, കർത്താവിൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇതുവരെയും നടക്കാത്ത ദുഃഖം എനിക്കുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പലരുടെയും കല്യാണം നടക്കാതെ ദുഃഖം നിൽക്കൊണ്ട് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്, കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ഇന്ന് രാവിലെ ഒരാൾ വിളിച്ച് 34 വയസ്സായ ഒരു മോന് കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പല പ്രാവശ്യം അമ്മയുടെ വന്നു, ഇപ്പോൾ വരവ് നിർത്തി, ഇപ്പോൾ ഫോൺ വിളിച്ച് പറച്ചിലായി. കാരണം അത്രയ്ക്കുള്ള ആരോഗ്യമേ ഉള്ളൂ. പക്ഷെ അവരാരും കർത്താവിൻ്റെ കല്യാണം നടക്കാഞ്ഞ് ദുഃഖിച്ചിട്ടുമില്ല. എന്താ? അപ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ പ്രിയപ്പെട്ട ഇന്നോടെ കല്യാണം നടന്നിട്ടില്ല, കർത്താവിൻ്റെ കല്യാണവും നടന്നിട്ടില്ല, ഏതാ അപ്പോൾ ആദ്യം നടക്കേണ്ടത്? അപ്പോൾ ആ ഒരു മുൻഗണനാക്രമം എടുത്ത് കർത്താവ് നിൻ്റെ കല്യാണം ഇതുവരെ നടന്നില്ലെന്ന് ആരും കുർബാന ചൊല്ലിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് കുർബാന ചൊല്ലിക്കാം. ഏതാ? മാമോദിസായാൽ വിവാഹ നിശ്ചയം ചെയ്ത് ഞങ്ങളുടെ വിവാഹം ഇതുവരെയും നടന്നില്ല കർത്താവ്. അതുകൊണ്ട് എപ്പോൾ നടക്കണമെന്നുള്ള കാര്യം കർത്താവ് തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് നിൻ്റെ കല്യാണം നടന്ന് കണ്ടാക്കൊള്ളാൽ മതി. ആ കല്യാണം നടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കർത്താവിന് വരാൻ താമസമുണ്ടെങ്കിൽ നമുക്കൊരു കല്യാണം ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് നടത്തിക്കോളൂന്നേ. നമ്മൾ ഒന്നാം സ്ഥാനം കർത്താവിന് കല്യാണത്തിന് കൊടുക്കാമെങ്കിൽ വർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി നീണ്ടുപോകുന്ന കർത്താവിൻ്റെ കല്യാണത്തെ മുടക്കിയത് ഞാനും കൂടെ ആണെങ്കിൽ ആ കേസ് ആദ്യം തീർക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയും കല്യാണം നീണ്ടുപോയെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കല്യാണം നീട്ടി ആ കേസ് ആദ്യം തീർക്കണം. നമ്മുടെ ദുഃഖം ഇതുവരെ മാറിയില്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ത്രിയേക ദൈവത്തിൻ്റെ ദുഃഖം ഇതുവരെ തീർന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. ആ ദുഃഖം തീർക്കാമെങ്കിൽ ദൈവം നമ്മുടെ ദുഃഖം തീർത്തു തരും. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൻ്റെ ദുഃഖം തീർക്കാത്ത കേസ് എത്രയുണ്ട്, അതിനിപ്പോൾ സ്വർഗകോടതിയിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. റിബേക്ക കൃത്യസമയത്ത് കയ്യിൽ ഇട്ട മോതിരവുമായി കൊട്ടോപ്പുറത്ത് കയറി കുനിഞ്ഞിരുന്ന് ധ്യാനിച്ച് ഇസാഖിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഇസാഖിൻ്റെ ദുഃഖം മാറിയത്. അബ്രഹാമിൻ്റെ ദുഃഖവും മാറി. 10 ദിവസം വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞ് നിന്നുമില്ല, പെട്ടെന്ന് ഓടി അങ്ങ് പോയി. ഇതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രാണക്കുട്ടികൾക്ക്, നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിന് എൻ്റെ സ്വർഗത്തിലെ എൻ്റെ പ്രാണപ്രിയനായ യേശുവിൻ്റെ ദുഃഖം തീർക്കണം. കല്യാണം ഓർപ്പിച്ചിട്ട് ഇതുവരെ നടക്കാത്ത ആ അച്ചായൻ്റെ ദുഃഖവും തീർത്തു കൊടുക്കണം. അവിടെ ഒരു മകളില്ലാത്തതിൻ്റെ ദുഃഖമുണ്ട്. പിതൃത്വ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ സ്വർഗത്തിലൊരു മകളില്ലാത്ത ദുഃഖം. ഞാൻ പോയി മരുമകളായി ചെന്ന് മകളെപ്പോലെ ഞാൻ ആ വീട്ടിൽ താമസിച്ച് ആ വിടവ് നികത്തി സ്വർഗത്തെ സന്തോഷിപ്പിക്കുമെന്ന് തീരുമാനിക്കാമെങ്കിൽ നമ്മുടെ കാര്യം കർത്താവ് നോക്കിക്കോളും. റിബേക്കയുടെ കല്യാണം നടന്നപ്പോഴാണ് ഇസ്ഹാക്കിന് സന്തോഷമുണ്ടായതെന്ന് ഉൽപ്പത്തി പുസ്തകം 24-67 വാക്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് മാത്രം ദുഃഖം തീരേണ്ട പല വീടുകളും പല സ്ഥാപനങ്ങളും പല ഇടങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം അത് തപ്പിപ്പിടിച്ച് പോകാമെങ്കിൽ അവിടെ ദൈവം അനുഗ്രഹം തരുള്ളൂ. അതാണ് നമുക്ക് ദൈവം ഒരുക്കിയ സ്ഥാനം. അപ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ എവിടെ നിൽക്കുവാൻ, എവിടെ ചെല്ലാൻ, എവിടേക്ക് പോകാൻ നിയോഗിച്ചിരിക്കുന്നു അവിടെ ചെല്ലാമെങ്കിൽ അവിടെ നമുക്ക് വേണ്ടതെല്ലാം കരുതിയിരിക്കും. അല്ല നമ്മളിരിക്കുന്നവർ ഇങ്ങോട്ട് വരികയല്ല, ദൈവം പറഞ്ഞെടുത്ത് അങ്ങോട്ട് പോകാമെങ്കിൽ അവിടെ വേണ്ടതെല്ലാം കരുതിയിട്ടുണ്ട്. അപ്പം പുത്രൻ്റെ ദുഃഖം തീർക്കാത്ത കേസ് ധാരാളമുണ്ട്. ഇതുവരെയും കർത്താവ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദുഃഖം തീർക്കാത്ത ഈ കൂട്ടത്തിരിപ്പുണ്ട്. അതാ ഇതുവരെ വിഷയമേ ആയിട്ടില്ല. അത് ക്ഷമ ചോദിക്കണം. ഒരു 9% കൂടുതൽ നമുക്ക് പുത്രൻ്റെ ദുഃഖം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർത്ത് ബാക്കി 90% തീരാത്ത ദുഃഖത്തിന് നമ്മൾ ഉത്തരം പറയണമെന്നുള്ള കാര്യം ഓർപ്പിക്കണം. പിതാവ് നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ടെന്ന് മാത്രം ദുഃഖിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6:6 മോശയിലൂടെ 40 വർഷം മരുഭൂമിയിലൂടെ ഉഴന്നു നടന്ന ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം തീരാത്തതിൻ്റെ കാര്യം പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഇപ്പം എത്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയത്. കൊല്ലം 40 വർഷങ്ങൾ പലത് കഴിഞ്ഞു, ഇതുവരെ നിങ്ങളുടെ ദുഃഖം തീരുന്നില്ല, പിറുപിറുപ്പും തീരുന്നില്ല. കാര്യം എന്താ? പിതാവിൻ്റെ ദുഃഖം നിങ്ങൾ തീർത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖവും തീരുന്നില്ല, ഉഴന്നു നടന്നോളാൻ പറഞ്ഞു. ഇപ്പോൾ ഉൽപ്പത്തി 6:6 അനുസരിച്ച്
പിതാവിനെ ദുഃഖിപ്പിച്ച മനുഷ്യജാതിയുടെ ഇടയിൽ ഒരു കുടുംബം മാത്രം പിതാവിനെ സന്തോഷിപ്പിച്ചു. അതാരാണെന്നറിയാവും? നോഹ ദൈവത്തോടു കൂടെ നടന്നു, ദൈവത്തിൻ്റെ കൃപയാർജിച്ചു, നിഷ്കളങ്കനായി ദൈവവചനപ്രകാരം പെട്ടകം പണിത് കർത്താവിനെ സന്തോഷിപ്പിച്ചു. ആ കുടുംബം രക്ഷപ്പെട്ടു. ഇന്ന് അനേക കുടുംബങ്ങൾ തീയിൽ വെന്ത് ഉരുകാൻ പോവുകയാണ്. അനേക ബോംബുകൾ പൊട്ടാൻ തയ്യാറായിരിക്കുന്നു. ഒരു അഗ്നിപ്രളയം വരാൻ പോകുന്നു. അതിനു മുമ്പ് സഭയാകുന്ന ആ പെട്ടകത്തിൽ നമ്മൾ കയറുമോ? നോഹയെ പോലെ പ്രാണക്കുട്ടികളെ മുഴുവൻ പ്രാണപ്രിയൻ്റെ അടുത്ത് പെട്ടകത്തിൽ കയറ്റുമോ? എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാനൊക്കെ ഉള്ളൂ, ദൈവത്തെ സന്തോഷിപ്പിക്കാനൊക്കെ ഉള്ളൂ. പിതാവ് സൃഷ്ടിച്ചതുകൊണ്ട് ഉള്ള ദുഃഖം 100% കർത്താവിൻ്റെ ദുഃഖമുള്ളവരുണ്ട്. 86% ദുഃഖിപ്പിച്ചവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ. നമുക്ക് അതിന് ക്ഷമ ചോദിക്കാൻ, കർത്താവ് ഞങ്ങൾക്ക് നിന്നെ ഇതുവരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. നോഹയെ കുടുംബത്തെയും പോലെ നിന്നെ സന്തോഷിപ്പിക്കാനോ നിന്റെ കൂടെ നടക്കാനോ അനേകർ വെള്ളത്തിൽ വെള്ളം കുടിച്ചെത്തപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചതുപോലെ ജലപ്രളയത്തിന് പകരം ഇനിയും അഗ്നിപ്രളയം വരാൻ പോകുന്നു. അതിനു മുമ്പ് ഞങ്ങൾ നോഹയെ പോലെ നിന്റെ കൃപ ആർജിച്ച് നിഷ്കളങ്കരായി ദൈവഹിതപ്രകാരം ദൈവം പറയുന്നത് ചെയ്ത് ജന്മസാവലയോട് ഞാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തീരാത്ത ഒരു ദുഃഖം 2 കൊരിന്ത്യർ 11:1-4 വരെ വചനപ്രകാരം മാമോദീസാൽ വിവാഹ നിശ്ചയം ചെയ്തിട്ട് നമ്മുടെ വിവാഹം ഇതുവരെയും, നമ്മുടെ പ്രാണക്കുട്ടികളുടെ വിവാഹം ഇതുവരെയും നടക്കാത്തതാണ്. ആ പ്രാണക്കുട്ടിയുടെ സങ്കടത്തിനും പ്രാണപ്രിയൻ്റെ സങ്കടത്തിനും കാരണം അത് 100-നും 84-നും ഇടയിലുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച കാര്യം വേറെയുണ്ട്. എഫേസ്യർ 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതുണ്ട്. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് പോകാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദുഃഖം മാറുന്നില്ല. അത് 100-നും 24-നും ഇടയിലുണ്ട്. എഫേസ്യർ 2:10 അനുസരിച്ച് നമ്മൾ ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികളുണ്ടായിരുന്നു. അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മൾ ആഗ്രഹിക്കുന്ന ആരൊക്കെ ചെയ്യാനായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ നമ്മൾ ചെയ്തു പോരേണ്ടതിന് സ്വർഗത്തിലെ കമ്പ്യൂട്ടറിലിട്ടിരിക്കുന്ന പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തുകൊണ്ടും നമ്മളതൊന്നും ചെയ്യാറില്ല. നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ പരക്കം പായുന്നു. അതുകൊണ്ട് അതിൻ്റെ കേസുണ്ട്. എഫേസ്യർ 2:10 അനുസരിച്ച് ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയ ശുശ്രൂഷ ഒട്ടും ചെയ്യാത്തവരുണ്ട്. 41% വരെ ചെയ്തവരുണ്ട്. ബാക്കി കേസായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ചെയ്തു പോരേണ്ടതിന് മുന്നോക്കിയ സൽപ്രവൃത്തി പരിശുദ്ധാത്മ നിറവിലേ ചെയ്യാനൊക്കെ ഉള്ളൂ. അതിൻ്റെ മുടക്കി 100-നും 38-നും ഇടയിലുണ്ട്. യോഹന്നാൻ 14:12 അനുസരിച്ച് പരിശോധിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവർ കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുമെന്നാണ്. കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തിയും ചെയ്ത വിശ്വാസികളിലൂടെ ഉണ്ടെന്ന് കൈവഹിക്കാതെ ആരുടെയും കൈ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം തന്നെ വിശ്വാസം പോരുന്നതാണ്. സത്യവിശ്വാസികളായാൽ യേശു ചെയ്ത എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ സാധിച്ചേനെ. അപ്പം 2015 ആയിട്ടും 15-ന്റെ 31-ാം ദിവസമായെങ്കിലും നമ്മൾ ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയത് യേശു ചെയ്തതെല്ലാം ചെയ്യാൻ ഒക്കാത്ത അവിശ്വാസികളാണ് നമ്മൾ. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൂട്ടുന്നുണ്ട്, പറഞ്ഞു തീർക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശ്വാസത്തിനു പുറകിൽ ചില വെളിപ്പാടുകൾ ആവശ്യമാണ്. ആ വെളിപ്പാടുകൾ മുടക്കുന്ന 8 കൂട്ടം കാര്യങ്ങളുണ്ട്. ആ 8 കൂട്ടം കാര്യങ്ങൾ കൂട്ടിയാൽ മാത്രമേ വിശ്വാസം മുടക്കികൾ മാറിയിട്ട് വിശ്വാസ താങ്ങികൾ വന്ന് നമുക്ക് കാണേണ്ടത് കണ്ട് കേൾക്കേണ്ടത് കേട്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ യേശു ചെയ്തതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യേശു ചെയ്തതെല്ലാം ചെയ്യണമെങ്കിൽ യേശു തന്നെ നമ്മൾ ജീവിക്കണം. ഗലാത്യർ 2:20 അനുസരിച്ച് യേശു ചെയ്തതെല്ലാം ചെയ്യണമെങ്കിൽ യേശു ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. യൂറോപ്പിൽ അനേക സഭകൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് വരെ ലക്ഷക്കണക്കിന് വരെ നേടാൻ പൗലൂസിന് കഴിഞ്ഞത്, പൗലൂസ് പറഞ്ഞ് എനിക്ക് ജീവിക്കണ്ട, നീ ജീവിച്ചോ എന്ന് 100% പൗലൂസ് അപ്പോസ്തലൻ യേശുവിന് ജീവിക്കാൻ തൻ്റെ ജീവിതം വിട്ടുകൊടുത്തപ്പോൾ യേശു ചെയ്ത പോലെ അനേകരെ നേടുവാൻ പൗലൂസിന് കഴിഞ്ഞു. നമുക്ക് 100% യേശുവിന് ജീവിക്കാൻ നമ്മളെ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കേസ്. സ്വർഗാരോഹണം ചെയ്തിരിക്കുന്ന കർത്താവ് പിതാവിന് സന്നിധിക്കുന്നതുകൊണ്ട് യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അതാരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ കേസ് എത്രയെണ്ണമായി? വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടില്ല. ആത്മനിറവിൽ പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ ഇരിക്കുന്നതുകൊണ്ട് ആ പുത്രൻ്റെ അവയവമായി നമ്മൾ മാറാത്തത് കൊണ്ട് യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്തിട്ടില്ലാത്ത കേസും കിടക്കുന്നു. കർത്താവിൻ്റെ കല്യാണം മുടക്കിയത് നമ്മളാണ്.
അതുകൊണ്ട് യോഹന്നാൻ 14:12 അനുസരിച്ച് ആ വചനം ഇതുവരെ നിവൃത്തിയാകാത്തതുകൊണ്ട് അതിൻ്റെ മുടക്കികൾ 100-88 അവരോട് പോകണം, ഞങ്ങൾക്ക് ന്യൂ ഇയർ ആഘോഷിക്കണം. ഈ 2016 സ്വർഗത്തിലെ അപ്പച്ചൻ്റെയും മോൻ്റെയും കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ ദുഃഖമൊന്ന് മാറ്റിയിട്ട് ഞങ്ങൾക്ക് സന്തോഷിക്കണം. ആ സന്തോഷത്തോടെ കല്യാണ മണ്ഡപത്തിലെത്തിയാൽ കൊള്ളാം, ഈ 2016 കല്യാണം നടന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈ മുടക്കികളെല്ലാം കൂടെ പറഞ്ഞ് 9 ലക്ഷം ജീവികളെ തന്നാൽ ഞങ്ങൾ മാറിയേക്കാമെന്നാണ് പറയുന്നത്. ഈ മുടക്കികളിലെല്ലാം പറയും എത്ര പേരുണ്ട്? 9 ലക്ഷം ജീവികളെ പകരം ചോദിച്ചുകൊണ്ട് ഇവർ ചവിട്ടി തൂത്ത് നിൽക്കുക, ഞങ്ങൾ പോകുന്നില്ല, കല്യാണം മുടങ്ങട്ടെ, കല്യാണം നടക്കണ്ട എന്ന് പറഞ്ഞ് കല്യാണം മുടക്കികൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുന്നു. 9 ലക്ഷം ജീവികൾ നമുക്ക് പകരമായി കാത്തു നിൽക്കുന്നു. അവരിന്നു മുതൽ പോകാൻ പോവുകയാണ്. അവർ നമ്മുടെ മുടക്കികളെയും കൊണ്ട്, നമ്മുടെ പ്രതിബന്ധങ്ങളെയും കൊണ്ട് പോയിട്ട് നമുക്ക് ഈ 2016 കർത്താവിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പാപമോചന പ്രാർത്ഥന നടത്തുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 22 മുതൽ 34 വരെ വർഷാരംഭത്തിൽ ജനുവരി മാസം 1-ാം തീയതി സന്ധ്യയ്ക്ക് വായിക്കേണ്ടതാണ്. അത് ഇന്ന് പകൽ കഴിഞ്ഞ സന്ധ്യയ്ക്ക് വായിക്കേണ്ടത് ഇപ്പോഴേ നമ്മൾ വായിച്ച് നാളത്തെ ആണ്ടുപുറപ്പിൻ്റെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കുമെന്ന ജീവനെക്കുറിച്ചോ എന്തുടുക്കുമെന്ന ദേഹത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട. കാരണം ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമാണ്. കാക്കകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് പത്തായങ്ങളും കളപ്പുരങ്ങളും ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പറവളയേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ. ആകുലപ്പെടുന്നതുകൊണ്ട് തൻ്റെ ഉയരം വരുമിടം കൂടി കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നിസ്സാര കാര്യം പോലും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ മറ്റുള്ളവയെ ചൊല്ലി നിങ്ങൾ ആകുലപ്പെടുന്നത് എന്ത്? ശൂശാനകൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുവീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല, എങ്കിലും ശലോമോൻ പോലും അവൻ്റെ സർവ മഹത്വത്തിലും അതിലൊന്നിനെ പോലെ അലങ്കരിക്കപ്പെട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് വയലിലുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കും. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ നിങ്ങൾ അന്വേഷിക്കേണ്ട. ഇവയെ ചൊല്ലി ആകുലപ്പെടുകയും വേണ്ട. ലോകത്തിലെ വിജാതീയരാണ് ഇവരെല്ലാം അന്വേഷിക്കുന്നത്. ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങളോ ദൈവരാജ്യം അന്വേഷിക്കുകയും അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയാട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പാദ്യം വിറ്റ് ഭിക്ഷ കൊടുക്കുകയും കള്ളനെടുക്കാത്തതും ചിതൽ നശിപ്പിക്കാത്തതുമായ സ്വർഗത്തിൽ പഴകിപ്പോകാത്ത പണസഞ്ചികളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾ കരുതിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. വർഷാരംഭത്തിൽ സന്ധ്യയ്ക്ക് ഈ തിരുവചനം വായിച്ചുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പുതുവത്സരത്തിലെ പുതിയ കുർബകൾ, പുത്തൻ കുർബകൾ ഏറ്റുവാങ്ങി ജന്മസാഫല്യം അടഞ്ഞിട്ടുള്ളത്. ഒരു സ്വല്പസമയം കൂടെ ഇരിക്കാം. നമുക്ക് ഈ തിരുവചനം അന്വർത്ഥമാക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ തേടി വരുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ദൈവരാജ്യം അന്വേഷിച്ചാൽ വേണ്ടതെല്ലാം നമ്മളെ തേടി വരും. ദൈവരാജ്യം എന്താണെന്നും എന്തല്ലെന്നും റോമാലേഖനം 14 അധ്യായം 17 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. അപ്പം നീതിയും സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷം ആദ്യം അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് കൊള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമാകുമെന്നാണ് റോമർ 14:18 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം, ഇവയിൽ ക്രിസ്തുവിനെ സേവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾക്ക് ഈ 2 അനുഭവങ്ങളുണ്ടാകും. മനുഷ്യർക്ക് കൊള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ഈ 2 അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ആവശ്യം ദൈവത്തിൻ്റെ ആവശ്യമായി മാറും, നമ്മുടെ ആവശ്യങ്ങൾ മനുഷ്യരുടെ ആവശ്യമായി മാറും. അവർ ആ 2 വർഷത്തിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. 71ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുകയാണ്. 22ാം വയസ്സിൽ വീടിനെയും
വീട്ടിലുള്ളതിനെയും എൻ്റെ അപ്പൻ്റെ വ്യാപാരത്തെയും കച്ചവടത്തെയും വസ്തുവകളെയും എല്ലാം ഉപേക്ഷിച്ച് 34 കല്യാണാലോചനയും ഉപേക്ഷിച്ചിട്ട് എന്നും വേണ്ട, ദൈവവും ദൈവരാജ്യവും മതി എന്ന് പറഞ്ഞ് ഇറങ്ങിയതുകൊണ്ട് 71ാമത്തെ വയസ്സിലും വേണ്ടിയതെല്ലാം തേടി വന്നുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ഒരു ശമ്പളം കിട്ടുന്ന പണിക്ക് പോയില്ലെങ്കിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരവ് ചെലവുള്ള പരിപാടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോടും പിരിവ് നടത്താറില്ല, ആരോടും ആവശ്യം പറയാറില്ല. വരുന്നവരുടെ സങ്കടം തീർക്കാൻ ദൈവരാജ്യ നീതിയും സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ക്രിസ്തുവിനെ സേവിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് വേണ്ടതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, പോകേണ്ടതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു, വരേണ്ടതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ കാണുന്നതും മൈലപ്പുറം ആശ്രമത്തിൽ കാണുന്നതൊക്കെ ഈ വചനത്തിൻ്റെ നിവൃത്തിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അവിടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ എൻ്റെ കയ്യിൽ വന്നതാണ്. ഞാനത് ട്രസ്റ്റിനെ ഏൽപ്പിച്ചു. ട്രസ്റ്റിലുള്ളവർക്ക് അത് കൈവശപ്പെടുത്തണമെന്ന് തോന്നിയപ്പോൾ അവർക്ക് വിട്ടുകൊടുത്തേച്ച് ഇവിടെ വന്ന് ദൈവരാജ്യം അന്വേഷിക്കുക, കർത്താവിനെ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കുകയാണ്. ഇവിടെയും കർത്താവ് വേണ്ട തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തിരുവചനം സാക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പഠനം സങ്കേതഭവനം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. എന്നാൽ ഈ അനുഭവം ഏറ്റുവാങ്ങേണ്ടത് നമ്മുടെ വീണ്ടെടുക്കപ്പെടുന്ന പ്രാണനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം നമുക്ക് കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ കർത്താവ് പറയുന്നിടത്ത് പോയി നിൽക്കണം, പറയുന്നിടത്ത് പോകണം, പറയുന്നിടത്ത് നിൽക്കണം, പറയുന്നത് ചെയ്യണം. അവിടെ ഒന്നുമില്ലായിരിക്കാം. ഈ നന്നോക്കാടെന്ന് പറയുന്ന ഒരു കാടായിരുന്നു, വഴിയില്ലാത്ത, കാട് പിടിച്ച, ഒന്നുമില്ലാത്ത ഒരു ശൂന്യ സ്ഥലമായിരുന്നു. ആ വഴിയില്ലാത്തടുത്ത് വലിഞ്ഞും എഴഞ്ഞും കയറി ആ പാറയിൽ പോയിരുന്ന് രാത്രി നേരം വിളിപ്പിച്ചിട്ടുണ്ട് പല. അവിടെ കിടക്കാൻ നല്ല മുറിയും കെട്ടിടങ്ങളും വസ്തുവകളും എല്ലാം അവിടെ ഉള്ളപ്പോഴാണ് ദൈവാത്മാവ് പറയുന്നത്, നീ നന്നോക്കാടിന് പോവും. ഒരു സൗകര്യമില്ലാതെ പല രാത്രികളിലൂടെ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നു ചേർന്നതായി കാണുന്നത്. ആരോടും ചോദിച്ചതല്ല, വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പറയുന്നിടത്ത് പറയുന്നതനുസരിച്ചാൽ മതി, വേണ്ട നമ്മളെ തേടി വരും എന്നുള്ളതിന് സാക്ഷ്യം. അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ഏതെന്ന് കണ്ടിട്ടില്ല. പറഞ്ഞ ആളിനെ വിശ്വസിച്ചുകൊണ്ടങ്ങ് ഇറങ്ങി. പറഞ്ഞിടത്തൊക്കെ നിന്നു. ആരാധന സ്ഥലമുണ്ടാക്കി ആരാധിച്ചു. ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ടേ പോയി. കൂടെ ഒരു ലോത്തും കൂടെ ഇറങ്ങി. ലോത്ത് ദൈവത്തെ കണ്ടുകൊണ്ടല്ല ഇറങ്ങിയത്, അബ്രഹാമിനെ കണ്ടുകൊണ്ടാണ് ഇറങ്ങി. രണ്ടുപേർക്കും ഒത്തിരി സമ്പത്തുകളുണ്ടായി. അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ സാധിക്കാതെ വണ്ണം വീതം വെച്ച് പിരിയേണ്ട സാഹചര്യം വന്നപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെ, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ടെ, നീ എടുത്തതിൻ്റെ ബാക്കി എനിക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാം തനിക്ക് ഇഷ്ടപ്പെട്ട സോദോം ഗൊമോറ എന്ന് പറഞ്ഞ സ്ഥലം, ഏദൻ തോട്ടം പോലെ സുന്ദരമായ സ്ഥലം കയറി അങ്ങ് എടുത്തു. അവിടെ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അതാണോ ദൈവം കരുതിയ സ്ഥലമെന്ന് ചോദിക്കാതെ കണ്ടത് കയറി അങ്ങ് എടുത്തു. അബ്രഹാം ഒന്നും മിണ്ടിയില്ല, ബാക്കി എനിക്ക് മതി എന്നും പറഞ്ഞു. ആ ലോകത്തിന് ആ കയറിയെടുത്തതായ മോഹനീയമായ സ്ഥലം അനുഭവിക്കാനൊത്തില്ല. അവിടെ കത്തി നശിക്കത്തക്ക തരത്തിൽ പാപികളെ കൊണ്ട്, നീചന്മാരെ കൊണ്ട് ആ സ്ഥലം നിറഞ്ഞു. അവരെ രക്ഷിക്കാൻ വേണ്ടി ലോത്തിനെയും മക്കളെയും കൈക്ക് പിടിച്ച് അവിടെ നിന്ന് ഇറക്കി താണ്ട് ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. ചൂണ്ടിക്കാണിച്ചു, ഒരു പർവ്വതം നിങ്ങൾക്കായി ദൈവം അഭയസ്ഥാനമായി കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ആ ലോത്തിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോത്ത് അങ്ങോട്ട് പോയോ? ഇല്ല. ലോത്ത് എങ്ങോട്ടാ പോയെ? തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു നഗരം അടുത്ത് ഞാൻ അങ്ങോട്ട് പോകോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? ദൈവം കരുതിയെടുത്ത് പോയില്ല, ദൈവം പറഞ്ഞെടുത്ത് നിന്നില്ല, ദൈവം പറഞ്ഞെടുത്ത് താമസിച്ചില്ല, സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥലം തിരഞ്ഞെടുത്താൽ പോകോളാൻ പറഞ്ഞത്. എതിലേലും പോ, നീ മാറിയിട്ട് വേണം ഇവിടെ നിന്ന് കത്തിക്കാൻ. എന്താ പോയി കയറി താമസിച്ച് എന്ത് സംഭവിച്ചു? പെമ്പിള്ളയുടെ കല്യാണം നടന്നില്ല. അശുദ്ധ 2 ജാതികൾ ആ ഗുഹയിൽ നിന്നുണ്ടായി, അമ്മോന്യരും മൊവാബിരും. 10 തലമുറ കഴിഞ്ഞാൽ പോലും തൊടാൻ കൊള്ളുകയില്ല. അത് അശുദ്ധ ജാതികളായിട്ട് ലോത്തും ലോത്തിന്റെ വെമ്മക്കളും അങ്ങ് മാറി. ആ കുടുംബം നശിച്ചുപോയി. അവർക്ക് വേണ്ടതൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കും. ദൈവം പറയുന്നിടത്ത് പോകാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയാൽ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇന്നുവരെയും നടന്നിട്ടില്ലെങ്കിൽ അതിന് വേറെ ആരെയും പഴിക്കേണ്ട കാര്യമില്ല. ആരുടെയും കാര്യം സാധിച്ചതെന്ന് അസൂയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ദൈവം പറഞ്ഞിടത്താണോ പോയത്, പറഞ്ഞ വഴിയാണോ പോയത്, പറഞ്ഞിടത്താണോ താമസിക്കുന്നത്? അവിടെ ഒന്നുമില്ലെന്ന് തോന്നിയേക്കാം, പോകാൻ ഒക്കുകയില്ലെന്നും തോന്നിയേക്കാം. അതെല്ലാം കർത്താവിനോട് പറഞ്ഞാൽ പറഞ്ഞവൻ അത് ചെയ്യാനുള്ള കഴിവുകൂടിയുള്ള ആളാണ്. വരണ്ട കൈയുള്ള മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നിന്റെ കൈ സുഖമാകട്ടെന്നാണോ? കൈ നീട്ടാനാ പറഞ്ഞു. അപ്പം അവൻ ചോദിച്ചോ, ഇതെന്തൊരു മര്യാദകേടായി പറയുന്നത്? ഞാൻ ഇതുവരെ കൈ നീട്ടിയിട്ടില്ല, എനിക്ക് തളർന്നു കിടക്കുക. കർത്താവ് എന്തൊരു മണ്ടത്തരായി പറയുന്നത്, എനിക്ക് കൈ നീട്ടാൻ കഴിവുണ്ടോ? പക്ഷെ അവൻ മുതലും ചോദിച്ചോ,
അവൻ ഒറ്റ പോക്കങ്ങ് പോക്കി, കൈ അങ്ങ് നീണ്ടു സുഖമായി. അവനോട് വാദിച്ചുകൊണ്ട് നിന്നില്ല. ഇതുപോലെ ദൈവം തമ്പുരാൻ നമ്മൾ അനുസരിക്കില്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറഞ്ഞെന്നിരിക്കും. അബ്രഹാമിനോട് പറഞ്ഞ് നിന്റെ മകനെ ബലി കഴിക്കാൻ പറ്റുമോ? 100-ാം വയസ്സിൽ കിട്ടിയ മോനാ, നീ സ്നേഹിക്കുന്ന മകനെ ബലി കഴിച്ചോളാൻ പറഞ്ഞ് ഇവിടെ വീട്ടിലിട്ടല്ല, എന്നാൽ ആ മലയിൽ പോയി 3 ദിവസം നടന്ന് അതെല്ലാം അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ, അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കരുതി അനുഗ്രഹം. വേറെ ആട്ടിൻകുട്ടി അവിടെ കരുതി, ആട്ടിൻകുട്ടി ബലി കഴിച്ച് മോനെയും കൊണ്ട് താഴോട്ട്. അത് നേരത്തെ പറഞ്ഞോ? നീ അവിടെ പോയി കഴിഞ്ഞാൽ ആട്ടിൻകുട്ടി അവിടെ ഉണ്ട്, പേടിക്കേണ്ടെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. അവന് ഈ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ തയ്യാറായി. ഈ തന്നവൻ ജീവിപ്പിക്കാൻ കഴിയുള്ളവന് നീ വേറെ കൊച്ചിനെ തരാന്ന്. വയസ്സിപ്പം 140 112 15 ഒക്കെ ആയെങ്കിലും എത്രയൊക്കെ ആയാലും ഇനിയും തരാൻ കഴിവുള്ളവനാണ്. പറഞ്ഞനുസരിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോൾ കാര്യം ഭംഗിയായോ? ഇങ്ങനെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വേണ്ട തരത്തോളം വേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞെടുത്ത് പോയിട്ടില്ല, പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെന്നാണ്. അതനുസരിക്കാമെങ്കിൽ 2016 കർത്താവ് പറയുന്നിടത്ത് നിൽക്കാമെങ്കിൽ, കർത്താവ് പറയുന്നിടത്ത് താമസിക്കാമെങ്കിൽ, കർത്താവ് പറയുന്നതനുസരിക്കാൻ വേണ്ടതെല്ലാം അതാണ്. മുമ്പേ രാജ്യവും നീതിയും അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടിയാണ് ഈ കുർബാന. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനുള്ളതായ വിശ്വാസം 100% ആകാത്തത് കൊണ്ട് യേശു ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്യാത്ത കൃത്യവിലോപങ്ങൾ നമുക്കുണ്ട്. അകൃത്യങ്ങളും കൃത്യവിലോപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി അസ്ഥാനത്താക്കിയിരിക്കുന്നു. അസ്ഥാനത്തേക്കൊന്നും അനുഗ്രഹങ്ങൾ വരികയില്ല. യഥാസ്ഥാനത്ത് ചെന്നാലേ അനുഗ്രഹം യഥാസ്ഥാനപ്പെടുത്താനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. കൊരിന്ത്യർ ലേഖനത്തിന്റെ അവസാനത്തിൽ യഥാസ്ഥാനപ്പെടുകയെന്നൊരു സന്ദേശമുണ്ട്. അസ്ഥാനത്തിരുന്നാൽ ഒന്നും കിട്ടുകയില്ല. യഥാസ്ഥാനപ്പെട്ടാൽ വേണ്ടതെല്ലാം വന്നു ചേരും. മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുമ്പോഴാണ് യഥാസ്ഥാനപ്പെടുന്നത്. യഥാസ്ഥാനത്ത് നിന്നാൽ മതി, യഥാസ്ഥാനത്ത് ഇരുന്നാൽ മതി, യഥാസ്ഥാനത്ത് കിടന്നാൽ മതി, കർത്താവ് വേണ്ടതെല്ലാം അവിടെ കൊണ്ടുതരുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യഥാസ്ഥാനപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിന്റെ നിർദ്ദേശങ്ങൾ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവുള്ള വിശ്വാസം പുതുക്കുകയാണ്. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം വസിക്കുന്ന സ്ഥലമായാൽ മതി, നമ്മൾ സ്വർഗമായി മാറുകയാണ്. സ്വർഗം മുന്നോട്ട് ഇറങ്ങി വരും. സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടെ നടക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത ദുഃഖം കൂടെ മാറാത്തത് കൊണ്ടാണ് നമുക്ക് യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യാനൊക്കാത്തത്. അപ്പോൾ യേശുവിന് താമസിക്കാൻ നമ്മുടെ സ്ഥലം പൂർണ്ണമായി പണി കഴിഞ്ഞിട്ടില്ല. യേശുവിന് താമസിക്കാൻ പറ്റിയ വീടായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ യേശു അവിടെ താമസിക്കും. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാനത്തിൽ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് വിടും. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ വീടായിട്ടങ്ങ് മാറും. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ പറഞ്ഞതനുസരിച്ചാൽ മതി, നമുക്ക് അനേകരുടെ ദുഃഖം തീർക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രതീകമാണ് റിബേക്കയുടെ ജീവിതം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ റിബേക്ക ഇസ്ഹാക്കിനെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സാറായുടെ വീടിനെ കുറിച്ചും കേട്ടു. അവർക്ക് വലിയ ദുഃഖമായിപ്പോയി. നിന്നെ അവളേക്കാണ് ദൈവം വിളിക്കുന്നത്. നിനക്ക് വേണ്ടി നിന്റെ ഭർത്താവ് കാത്തിരിക്കുന്നു. നിനക്കിഷ്ടമാണോ? എനിക്ക് മനസ്സാണ്. ദൈവം എനിക്ക് കരുതിയ ആളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് കയ്യിൽ മോതിരം വീണ ഉടനെ എലിയാസാറിൽ നിന്ന് കിട്ടിയതായ ഉൾക്കാഴ്ചകൾ, ദുഃഖിച്ചിരിക്കുന്ന ഭാര്യ മരിച്ച് ദുഃഖിക്കുന്ന അബ്രഹാമിന്റെ ദുഃഖം, ഒരു പെങ്ങളില്ലാത്തതിന്റെ ദുഃഖത്തിൽ ഇസ്ഹാക്ക് കഴിയുന്നു. ഒരു ഭാര്യയില്ലാത്തതിന്റെ ദുഃഖം ഇസ്ഹാക്കിന് 2 ദുഃഖമാണ്. ഒരു പെങ്ങളില്ലാത്ത ഒരു പെൺതരി അവിടെ ഇല്ല, അമ്മയുണ്ടായിരുന്നു അങ്ങ് പോയി. ഒരു പെങ്ങളില്ലാത്തതിന് ദുഃഖം അനുഭവിക്കുന്ന ആങ്ങളമാരുണ്ട്, ഭാര്യയില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന പുരുഷന്മാരുമുണ്ട്. ഈ 2 ദുഃഖവും അവിടെ ഇസ്ഹാക്കിനുണ്ട്. അപ്പൊ റിബേക്ക വിചാരിച്ചു, എന്നെ ദൈവം എന്തിനാ വിളിച്ചത്? ഇസ്ഹാക്കിന്റെ ദുഃഖം മാറ്റണം, അവിടെ ഒരു പെൺമകളില്ലാത്തതിന് ദുഃഖം ഞാൻ മരുമകളായിട്ട് ചെന്ന് അത് മാറ്റണം, വൃദ്ധനായിരിക്കുന്ന അബ്രഹാമിന്റെ ദുഃഖം മാറ്റണം, അബ്രഹാമിന് ആരുമില്ല എന്നെ ശുശ്രൂഷിക്കാൻ, ഈ ദുഃഖം മാറ്റണത് എന്റെ ചുമതലയാണെന്ന് പറഞ്ഞ് ഞാൻ ഇനി എന്റെ വീട്ടിലല്ല താമസിക്കുന്നത്, എന്റെ വീടല്ല, എന്റെ അപ്പനെയും അമ്മയും ആങ്ങളെയും വിട്ടിട്ട് ഉടനെ ഇവിടുന്ന് ഇറങ്ങണം. ദൈവം എനിക്ക് കരുതിയിരിക്കുന്നത് ഇസ്ഹാക്ക് എവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അവിടെ എത്തണം. ഞാൻ അവന്റെ കൂടെ ഒഴിഞ്ഞു കിടക്കുന്ന സാറായുടെ കൂടാരത്തിൽ കയറി കുടുംബജീവിതം ആരംഭിച്ചാലേ ആ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ, ആ കുടുംബം ആനന്ദിക്കുകയുള്ളൂ, അപ്പോഴേ എനിക്കും ആനന്ദമുള്ളൂ എന്ന് പറഞ്ഞ് റിബേക്ക ആ കുടുംബത്തിന്റെ ദുഃഖം തീർക്കാൻ വേണ്ടി ഒരു 10 ദിവസം പോലും അവിടെ നിൽക്കാതെ ഉടനെ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് റിബേക്കയ്ക്ക് 100 മേനി വിളവുണ്ടാക്കുന്ന കൃഷിയും 20 കൊല്ലം നീണ്ടു നിൽക്കുന്ന മധുവിധ ആഘോഷവും കിട്ടി. 60-ാമത്തെ വയസ്സിൽ യൗവനം പുതുക്കി 2 മിടുമിടുക്കര് ഇരട്ടപ്പിള്ളേരെ കിട്ടി. അതിലൂടെയാണ് ഇസ്രായേൽക്കാരുടെ വംശപാരമ്പര്യം തുടരുന്നതെന്നുള്ള കാര്യം ഓർമ്മിക്കും. ഇതുപോലെ നമ്മൾ കാര്യസ്ഥൻ പറയുന്നതനുസരിച്ച് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ടുണ്ടോ,
പോകേണ്ടടുത്ത് പോയിട്ടുണ്ടോ? ധ്യാനിക്കേണ്ടത് ധ്യാനിച്ചിട്ടുണ്ടോ? ഇതാൽ റുബേക്കയുടെയും ഇസ്ഹാക്കിൻ്റെയും ജീവിതം പോലെ നമുക്ക് ധന്യമാകാൻ സാധിക്കും. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ പറഞ്ഞതനുസരിച്ച് നമ്മളിങ്ങനെ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ? ആ കൃപ യാചിക്കാൻ വേണ്ടി ഇപ്പോൾ അത് നമ്മൾ സാധിക്കാത്ത പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവേ വരണമേ, നിറയണമേ, വഴി നടത്തണമേ, ഞാൻ എന്തൊക്കെ ഉപേക്ഷിക്കണം, ഞാൻ എങ്ങോട്ടൊക്കെ പോകണം, എവിടെയെല്ലാം എന്തെല്ലാം ചെയ്യണം എന്ന് ചോദിച്ച് അതനുസരിച്ച് അങ്ങ് പോയാൽ മതി. കിട്ടേണ്ടത് കിട്ടിക്കോളും. മറ്റുള്ളവരുടെ ദുഃഖം ആദ്യം തീരട്ടെ, കർത്താവിൻ്റെ ദുഃഖം ആദ്യം തീരട്ടെ, സ്വർഗത്തിലെ അപ്പച്ചനെ ദുഃഖം തീരട്ടെ. അപ്പം നമ്മുടെ ദുഃഖം മാറ്റിക്കോളൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസം പുതുക്കുകയാണ്. സഹോദരി സ്വങ്ങളെ, ഗുരുക്കന്മാരെ, മാതാക്കളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടാന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധരുമായി സ്തുതി, ആദ്യത്തിൻ്റെ കന്യകൊണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ കുർബാന കഴിഞ്ഞിരിക്കുന്നു. ഇനി 2016 ആദ്യ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വെളുപ്പിനെ 5 മണിക്ക് ആരംഭിച്ച് 7 മണിക്കെങ്കിലും തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പൊതു മത്സരത്തിൽ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും വീട്ടിൽ അവശേഷിച്ചിരിക്കും. 5 മണിക്ക് വന്ന് ഇത്രയും നേരത്തെ കുർബാന തീർത്ത് പോകാൻ സന്ദേശങ്ങളെല്ലാം ഇന്നേ തരികയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പുതുവത്സരത്തിൽ ധ്യാനിക്കേണ്ട കാര്യം സന്ധ്യയ്ക്ക് വായിക്കേണ്ടതിന് നമ്മൾ വായിച്ചു തുടങ്ങി. സ്വല്പ സമയം കൂടി എടുക്കുകയാണ്. നമുക്ക് രാവിലെ അധിക സമയമില്ലാത്തതുകൊണ്ട് ആണ്ട് അവസാനത്തിൻ്റെയും ആണ്ട് പുറപ്പിൻ്റെയും ചില സന്ദേശങ്ങളോട് തരാനുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് അത് ഉൾക്കൊണ്ടിട്ട് നമുക്ക് നാളത്തെ പുതുവത്സരത്തിലെ കുർബാന പുത്തൻ കുർബാനയാകുവാൻ, അത് പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, കർത്താവിൻ്റെ ദുഃഖം തീർക്കുവാൻ, സന്തോഷം വർദ്ധിപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ആണ്ട് അവസാനത്തിൻ്റെ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും മനസ്സിലുള്ളതായ ചില സംശയങ്ങളും ദുഃഖങ്ങളും പരാതികളും പരിഭവങ്ങളും ഉണ്ട്. ഞാൻ ഒത്തിരി വർഷമായി ഇവിടെ വരാൻ തുടങ്ങി, ഒന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത്. ഒത്തിരി വർഷം ഇവിടെ വന്നിട്ടും മുടങ്ങാതെ വന്നിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലർക്ക് കിട്ടിയിട്ട് തന്നെ എനിക്ക് കിട്ടാത്തതെന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലർക്ക് അംശീയമായി കിട്ടി, വേറെ ചിലർക്ക് പൂർണ്ണമായി കിട്ടുന്നു. ചിലർ നല്ലപോലെ സന്തോഷിക്കുന്നു, എനിക്ക് സന്തോഷിക്കാനൊക്കാത്തതെന്താണെന്ന് വിചാരിക്കുന്ന പലരുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെയും തിരുവചനം, അതിൻ്റെ പുറയിലുള്ള കാര്യങ്ങൾ നമ്മൾ വിവേചിച്ചറിഞ്ഞാലേ അതിനെയും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഈ ചോദ്യത്തിന് മറുപടി കിട്ടത്തക്കതായ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 12 വർഷമായിട്ട് രക്തസ്രാവമായിട്ട് നടന്ന സ്ത്രീക്ക് 12ാമത്തെ കൊല്ലത്തിൽ എല്ലാ വഴികളും അടഞ്ഞതിന് ശേഷം ഇനി എങ്ങും പോകാനില്ല എന്ന് പറഞ്ഞ് വൈദ്യന്മാരെയും മന്ത്രവാദികളെയും പല കാര്യങ്ങളെയും ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും അവസാനമാണ് യേശുവിനെക്കുറിച്ച് കേട്ട് യേശുവിൻ്റെ അടുത്ത് യേശുവിനെ ഒന്ന് തൊട്ടാൽ ഈ പ്രശ്നം തീരും എന്ന് പറഞ്ഞ് 12 കൊല്ലം രക്തസ്രവത്തിൻ്റെ ക്ഷീണം അനുഭവിച്ച ഒരു സ്ത്രീയാണ് യേശുവിനെ തൊട്ടിട്ട് സൗഖ്യം പ്രാപിച്ചത്. 11ാമത്തെ കൊല്ലത്ത് കിട്ടിയോ? ഇല്ല. 11ാം കൊല്ലം നിർത്തിയിരുന്നെങ്കിലോ യേശുവിനെ തപ്പേ. 12ാം കൊല്ലത്തിലും യേശുവിനെ തപ്പിപ്പിടിച്ച് അവിടെ പോയതുകൊണ്ട് ആ 12 കൊല്ലം തേഞ്ഞെങ്കിൽ മാത്രമേ ആ രക്തം കുടിക്കുന്ന പിശാചിന് പകരം കൊടുക്കാനൊക്കെ ഉള്ളൂ. ആ രക്തസ്രാവത്തിൻ്റെ പുറയിൽ രക്തം കുടിക്കുന്ന ഒരു പിശാചുണ്ടായിരുന്നു. ആ പിശാചിന് അവകാശം ഉണ്ടായിരുന്നു. അവളൊന്ന് വലിച്ചു പിടിച്ച് അവളെ കൊല്ലാനായിരുന്നു പരിപാടി. പക്ഷേ ആ രക്തസ്രാവക്കാരി സ്ത്രീയെ വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തി ആ കുടുംബത്തിലെ ശാപങ്ങൾ തീർത്തിട്ട് അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ തലമുറയ്ക്ക് തുടക്കമിടാൻ, അവളുടെ പൂർവ്വശാപങ്ങൾ തീർക്കാൻ വേണ്ടി അവളുടെ രക്തമെല്ലാം ഒഴുകിപ്പോട്ടെ എന്ന് വിചാരിച്ച് അത് ആ അശുദ്ധാത്മാക്കളെ കൊണ്ട് കുടിപ്പിക്കുകയായിരുന്നു. അതിന് പകരം യേശുവിൻ്റെ രക്തം അവൾക്ക് വേണ്ടി കൊടുത്തോളാം, അവൾക്ക് പോയതിന് പകരം ശക്തി കർത്താവ് കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവൾ ചത്തുപോകാഞ്ഞത്. 12 കൊല്ലം രക്തം പോയ വല്ലതും ജീവിച്ചിരിക്കുകയുള്ളൂ. ഉള്ള രക്തമെല്ലാം ഞാൻ ഒഴുകിക്കൊണ്ടിരുന്നു. അതിന് പകരം വേറെ വഴിയിൽ കൂടെ കർത്താവ് ജീവൻ കൊടുത്തതുകൊണ്ടാണ് അവസാനം യേശുവിനെ തൊട്ടേ അന്ന് പുതിയ ശക്തി നിറയ്ക്കാൻ ആരംഭിച്ചു. ചോരുന്ന പഴുതടച്ചു, ശക്തി സംഭരിച്ചത് കവിഞ്ഞൊഴി അടുത്ത തലമുറയിലേക്ക് പോകാനിടയാക്കി. 12 കൊല്ലം. ഇങ്ങനൊരു കാലാവധിയുണ്ട് എല്ലാ കാര്യത്തിലും. കാലത്തെങ്കിലും അനുഗ്രഹം എല്ലാവരും ഒരേ ഇനമല്ല. ഇങ്ങനെ 12 കഴിഞ്ഞ് മാത്രം കർത്താവിനെ തൊടാനും അനുഗ്രഹം കിട്ടിയാനും അങ്ങനത്തെ ഇനമുണ്ട് കേട്ടോ. അത് 10ാം കൊല്ലക്കാലം അത് 11 ആയാലൊന്നും കിട്ടുക, 12 തികഞ്ഞേ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ 12 കൊല്ലമായി ഇവിടെ വരവ് തുടങ്ങിയിട്ട് അതിന് കൂടുതൽ നടന്നവർ കാണും. ഇനി 12 കിട്ടിയവരുണ്ട് കേട്ടോ. 12 തൊടാനൊത്തവരും കിട്ടിയവരും ഉണ്ട്. ഇനി വേറൊരു കൂട്ടർ കൂനിയായ സ്ത്രീക്ക് എത്ര കൊല്ലം കഴിഞ്ഞാൽ കിട്ടിയത്? 18 കൊല്ലം. കൂനിയായ സ്ത്രീ കൂനാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നില്ല, പള്ളിയിൽ പോയിക്കൊണ്ടേയിരുന്നു. ആർക്ക് ശല്യം വരുത്താതിരിക്കാൻ പള്ളിയുടെ പടിഞ്ഞാറേ അറ്റത്ത് അങ്ങ് മൂലയിൽ പോയി ഒതുങ്ങിക്കൂടിയിരുന്നു.
അവൾ ആരോടും എന്നെ കൂനും ആരോടൊന്നും അധ്യസ്ഥത അണയ്ക്കണമെന്നൊന്നും പറഞ്ഞില്ല. അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് അങ്ങ് നടന്നു. സഹിച്ചുകൊണ്ട് കൂനും വെച്ചുകൊണ്ട് പള്ളിയിൽ പോയിക്കൊണ്ടേ ഇരുന്നു. സമയമായപ്പോൾ കർത്താവ് അവിടെ ചെന്നു വിളിച്ചു വരുത്തി കൈ കൊടുത്തു. അനുഗ്രഹം, നിന്റെ ബന്ധനം അഴിച്ചിരിക്കുന്നു. അതിനൊരു കാലാവധി, ബന്ധനത്തിന് കാലാവധിയുണ്ട്. അതുകൊണ്ട് 18 കൊല്ലം കഴിഞ്ഞേ കൂന് വരുള്ളൂ. 17ാമത്തെ വർഷത്തിൽ ഏതെങ്കിലും ശനിയാഴ്ച കൂന് നോർന്നോ? അതുകൊണ്ട് പള്ളിപ്പോക്ക് നിർത്തിയിരുന്നെങ്കിൽ പോയേരെ. പള്ളിപ്പോക്ക് നിർത്താതെ 18ാം കൊല്ലത്തിലും ചെന്നതുകൊണ്ടാണ് കർത്താവ് വിളിച്ചു വരുത്തി നൂർത്തി വിട്ടത്. അങ്ങനെ 18 കൊല്ലക്കാരുണ്ട് കേട്ടോ. 18 കൊല്ലം ആകാത്തവർക്ക് 18 കൊല്ലം ആകാൻ വേണ്ടി കാത്തിരിക്കണം. ഒന്നും മുടക്കരുത്. വരണമെന്നൊക്കെ പറഞ്ഞാലും വന്നുകൊണ്ടിരിക്കണം. എന്താ, ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവ് വേണമെന്ന് ആഗ്രഹമുള്ള എലീശായക്ക് എങ്ങനെയാണ് അത് കിട്ടിയത്? ഏലിയാ പറഞ്ഞോ, നീ പോകണേ പൊക്കോളാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ പോവുകയില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ കിട്ടിയേ അടങ്ങോ, നീ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നീ പൊക്കോ. പരീക്ഷയായിരുന്നു, പോവുകയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. പോവുകയില്ല, ഞാൻ ഇരട്ടി കിട്ടിയേ അടങ്ങൂ. എവിടെ പോയാലും ഞാൻ അവിടെ വരും. ഞാൻ എടുക്കപ്പെടുന്ന കണ്ടാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കണ്ണു പറിക്കാതെ നോക്കാൻ തുടങ്ങി. അന്നേരമാണ് അവസാനം ഏലിയാവ് അഗ്നിരഥത്തിൽ എടുക്കപ്പെടുന്ന കണ്ടു. പതപ്പ് കിട്ടിയ ഇരട്ടി ആത്മാവിന്. ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇരട്ടി ആത്മാവിനെ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അളവില്ലാതെ ആത്മാവിനെ കിട്ടണമെങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ വേണം. അപ്പോൾ 12 കൊല്ലക്കാർ, 18 കൊല്ലക്കാർ, ഇനി പിന്നെ 38 കൊല്ലം. 38 കൊല്ലം തളർന്നു കിടന്ന ഒരുത്തൻ അവിടെയുണ്ട്. അയാൾക്ക് 37ാം കൊല്ലത്തിൽ കിട്ടിയോ? ആ 38 കൊല്ലവും ഇവിടെ കിടക്കുക. ആ അനേക സുഖപ്പെടുന്ന കണ്ടുകൊണ്ട് അവിടെ കിടക്കുന്നത്. എന്നെ ഇറക്കാൻ ആളില്ലേ എന്ന് പറഞ്ഞ് പരിഭവിച്ചുകൊണ്ട് അങ്ങനെ 38 കൊല്ലം നടക്കേണ്ടവരും കിടക്കേണ്ടവരും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് 37ാമത്തെ കൊല്ലത്തിൽ അവർക്ക് കിട്ടുകയല്ല, 38-ന് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. ഇനിയും വേറെ കണക്ക് കേൾക്കണോ? അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ചു. പോകാൻ പറഞ്ഞിടത്തെല്ലാം പോയി. കാണിച്ചു കൊടുത്ത ഓരോ ദേശങ്ങളിൽ കൂടെ പോകുന്നിടത്തെല്ലാം ആരാധന സ്ഥലം ഉണ്ടാക്കി ബലിയഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളില്ലാത്ത ദുഃഖം തന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പം മക്കളില്ലാത്ത ദുഃഖം തന്നെ വിഷമിപ്പിച്ചിട്ട്, കർത്താവ് എനിക്ക് വയസ്സ് എത്രയായി, എന്നാ ഒരു കൊച്ചിനെ തരാത്തത് എന്ന് പറഞ്ഞ്, ഞാൻ നിനക്ക് തരാം, പക്ഷെ അതിനു മുമ്പേ പൂർവ്വശാപം തീരാനുണ്ട്. പൂർവ്വശാപം തീർന്നിട്ട് കൊച്ചിനെ കിട്ടിയാലേ നീ ഉദ്ദേശിക്കുന്ന കാര്യം കൊച്ചിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പൂർവ്വശാപം തീരണമെങ്കിൽ എന്നാ ചെയ്യണം? നിന്റെ മക്കൾ 400 കൊല്ലം അടിമപ്പെടി ചെയ്യണം. നീയും നിന്റെ മക്കളും ഒത്തിരി കഷ്ടപ്പെട്ടാലേ ഈ ശാപമെല്ലാം മാറുകയുള്ളൂ. പൂർവ്വശാപങ്ങൾ തീരാൻ വേണ്ടി നിനക്ക് വാസ്തവത്തിൽ കൊണ്ട് അമോര്യരുടെ ആക്രമണം ഇതുവരെയും തീർന്നിട്ടില്ല. അമോര്യരുടെ ആക്രമണം തീരാൻ എത്ര കൊല്ലം വേണം? ഒത്തിരി വർഷങ്ങളിൽ ഒരു അടിമപ്പണി ചെയ്താലേ ഈ പ്രശ്നം തീരുള്ളൂ. നീയും നിന്റെ മക്കളും അടിമപ്പണി ചെയ്യേണ്ടി വരും. അതൊക്കെ സഹിച്ച് വഹിക്കണമെങ്കിൽ കുറേ കൂടെ കഴിഞ്ഞ് കൊച്ചിനെ കിട്ടുക നല്ലത്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ അടിമപ്പണി ഒന്നും ചെയ്യുകയില്ല, ഇട്ടേച്ച് അവരങ്ങ് പോകും. അതുകൊണ്ട് 100ാം വയസ്സ് വരെ ഈ അബ്രഹാമിനെ ഒത്തിരി നടത്തിച്ചു. 100ാം വയസ്സിൽ കൊച്ചിനെ കൊടുത്തുകൊണ്ടാണ് ഇസ്ഹാക്ക്, അനുസരിക്കുന്ന ഒരു ഇസ്ഹാക്കിനെ കിട്ടിയത്. അനുസരിക്കാത്ത ഇസ്ഹാക്കായിരുന്നെങ്കിൽ എന്നാ ചെയ്തേനെ? അപ്പനെ അവിടെ ബലി കഴിച്ചേച്ച് മോനങ്ങ് പോയേനെ. ഞാനും അമ്മയും കൂടെ താമസിച്ചോളാന്ന് പറഞ്ഞേനെ. ഇങ്ങനെ ഈ മതഭ്രാന്തനായ അപ്പൻ്റെ കൂടെ ഞാനിനിയും താമസിക്കുന്നില്ല, ഇനി അമ്മയായിരിക്കും ബലി കഴിക്കാൻ പോകുന്നത്, കുടുംബം തകരാൻ പോവുക, ഈ ഭ്രാന്തിൻ്റെ കൂടെ ഞാൻ കൂട്ടില്ല, അതുകൊണ്ട് അപ്പനെ ഞാനങ്ങ് ബലി കഴിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പോയേനെ. പോയോ? അങ്ങനെ അങ്ങ് വേറെ ചരിത്രമായി പോയേനെ. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് 100 വയസ്സ് വരെയും 90 വയസ്സ് വരെയൊക്കെ നീട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ നീട്ടിയതിൻ്റെ ഗുണം മനസ്സിലായോ? ചില നേരത്തെ കൊച്ചിനെ കിട്ടിയിരുന്ന എന്നാ സംഭവിക്കും? കൊച്ചിനെ കിട്ടും, പക്ഷേ ഇവരെ തട്ടിയേച്ച് പോയേനെ. അത് വരാതിരിക്കാൻ ദൈവത്തോടും മാതാപിതാക്കളോടും സഹകരിക്കുന്ന, സഭാപിതാക്കന്മാരോടും ദൈവമക്കളോടും സഹകരിക്കുന്ന പിള്ളേരെ കിട്ടണമെങ്കിൽ കാലത്തെങ്കിലേ പിള്ളേരുണ്ടാകാവും. അതിനു മുമ്പേ ശാപങ്ങൾ മാറിയിട്ടേ പിള്ളേരുണ്ടാകാവും. അത് എത്ര താമസിച്ചാലും അതിന് നന്ദി പറയാനുള്ള മനസ്സ് വേണം. നല്ലവനായ ദൈവം നല്ലതേ ചെയ്യുള്ളൂ എന്നുള്ള ബോധത്തിൽ. അപ്പോൾ അബ്രഹാമിന് 100 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ, ഇസ്ഹാക്ക് യാക്കോബിനെ, യാക്കോബിൻ്റെ മക്കൾ 6 ലക്ഷം പേര് 400 കൊല്ലം അടിമപ്പണി ചെയ്യേണ്ടി വന്നു. ആ 400 എണ്ണത്തിൽ 2 എണ്ണേ കനാൻ ദേശത്ത് കയറിയുള്ളൂ. 400 300 അങ്ങ് ഇറങ്ങി പോകുന്നിരുന്നെങ്കിലോ ഒന്നും കയറുകയായിരുന്നു. 400 എന്നുള്ളത് 300 ആക്കിയിരുന്നെങ്കിൽ ഈ രണ്ടും യോശുവയും കാലേവും പോലും കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരിലേക്ക് ഈ അശുദ്ധികൾ കയറിക്കൊണ്ടിരുന്ന അവർക്കിത് ബോധമില്ല. അവർ വെറുക്കുക. എന്തിനാ ഈ വിഷമം, ഈ അടിമപ്പണി എന്തിനാ എന്നൊക്കെ അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. അബ്രഹാമിനോട് പറഞ്ഞ വചനം അവർ ഓർത്തിരുന്നെങ്കിൽ യോശുവയും കാലേവും മാത്രമേ അത് ഓർത്തുള്ളൂ.
എൻ്റെ വല്യപ്പച്ചനോട് പറഞ്ഞത് ആ 400 കൊല്ലം ഇങ്ങനൊരു പണിയുണ്ടെന്ന്. ആ 400 കൊല്ലത്തെ അടിമപ്പണി ഞങ്ങളുടെ പൂർവ്വശാപങ്ങൾ മാറിയിട്ട് അനുഗ്രഹിക്കപ്പെട്ട പുതിയ തലമുറയെ കിട്ടാനും പാലും തേനും ഒഴുകുന്ന ദേശത്ത് കയറണമെങ്കിൽ ഈ അശുദ്ധികൾ മാറണം. അത് ഞാനിത് സന്തോഷത്തോടെ സഹിക്കാൻ പറഞ്ഞ ആ നീണ്ട 400 കൊല്ലക്കാലത്തെ ആ അടിമത്തത്തെയും ആ അടിമപ്പണിയും യോശുവയുടെയും കാലേബിൻ്റെയും മാതാപിതാക്കളാണ് അത് ശ്രദ്ധയോടെ കേട്ട് അവരെ ഈ ബോധത്തോടെ പിള്ളേരെ വളർത്തി. യോശുവയെയും കാലേബിനെയൊക്കെ അത് ചെറുപ്പത്തിലേ വിളിച്ചത് അബ്രഹാപ്പച്ചനോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ അടിമത്തത്തിലൊന്നും പിറുപിറുക്കരുത്, ഇതൊക്കെ നമ്മുടെ ശുദ്ധീകരണത്തിന് ആവശ്യമാണ്, ശക്തീകരണത്തിന് ആവശ്യമാണ്, മക്കളെ സഹിച്ചോണം, നമുക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്ത് പോകേണ്ടതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് അവർ പിറുപിറുത്തില്ല. അതുകൊണ്ട് അവർക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ 400 കൊല്ലം എന്നുള്ളത് 430 ഇറങ്ങിയപ്പോൾ ഫറവോനെ ദണ്ണിപ്പിച്ച് അടിമപ്പെടുത്തി ഫറവോനെ മടുപ്പിച്ച് അവനെ പൊറുതി മുട്ടിച്ചതിന് ശേഷം ഇവരെ വിടുന്നത്. 400 വർഷമായപ്പോൾ തന്നെ ഇവരെ വിടുവിക്കാനുള്ള നീക്കങ്ങൾ കർത്താവ് ആരംഭിച്ചെങ്കിലും എത്രയോ വർഷക്കാലത്ത് എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് കഠിന മനുഷ്യനായ ഫറവോനെ തൻ്റെ സ്വന്തം മൂത്ത മകൻ മരിക്കുന്നിടം വരെ അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഹൃദയകാഠിന്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം അവരുടെ മേലുള്ള തിന്മയുടെ അവകാശം തീരാനായിരുന്നു. ഇത്രയും ഒരത്ഭുതം മാത്രം, അവസാനത്തെ അത്ഭുതം ആദ്യം നടത്തിയ പോരായിരുന്നു, പോരാ. ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങൾ കൂടി ഓരോ തിന്മയുടെ അവകാശങ്ങൾ തീരുകയായിരുന്നു. അതിന് എത്ര വർഷം എടുത്തു എന്നൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. നീണ്ട വർഷങ്ങൾ അവർ കടന്ന് കളിച്ചതിന് ശേഷം കടിഞ്ഞു പുത്രന്മാരെ കൊന്ന ആ വിടവിലാണ് ഇറങ്ങി ശകല നേരത്തേക്ക് ശകല ഒരു ഇളവ് കൊടുത്തതേ ഉള്ളൂ. പിന്നെയും അവർ കഠിനപ്പെട്ട് പുറകെ വന്നുകൊണ്ട് അവർ ജംഗലിലിട്ട് പിടിക്കാനൊക്കെ പോയി. ഇതെല്ലാം കർത്താവിൻ്റെ കടന്ന ബുദ്ധികളാണ്. ഈ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ എല്ലാം സഹിക്കാനൊക്കൂ, എല്ലാം വഹിക്കാനൊക്കൂ എന്നുള്ള കാര്യം ഓർപ്പിക്കും. അപ്പോൾ 400 വർഷം താമസിച്ചാലും വിഷമിക്കണോ? വേണ്ട. അപ്പോൾ നമ്മൾ 400ാമത്തെ വർഷമാണെങ്കിൽ 430ാമത്തെ വർഷമാണെങ്കിൽ യോശുവയുടെയും കാലേബിൻ്റെ സ്വഭാവക്കാരാണെങ്കിൽ നമ്മൾ മുഖാന്തരം വേണം അടുത്ത തലമുറക്കാരെ പാലും തേനും ഒരു ദേശത്തേക്ക് പ്രവേശിക്കാനെന്നുള്ള കാര്യം ഓർപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കണക്കുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് 22ാമത്തെ വയസ്സിൽ ഇറങ്ങിയെങ്കിലും 26ാമത്തെ വയസ്സിലാണ് കടലാനയുടെ വറ്റിയെന്ന് വിളിക്കാടിയത്. 4 കൊല്ലം ഒത്തിരി അലയേണ്ടി വന്നു. എല്ലാ പണിയും, കുശിനിപ്പണിയും തോട്ടിപ്പണിയും കൃഷിപ്പണിയും ദാസൻ്റെ പണി അടിമപ്പണിയും ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിൽ കോയമ്പത്തൂരും കന്യാകുമാരിയിലും പല സ്ഥലങ്ങളിൽ ഒത്തിരി രോഗികളെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഒത്തിരി രോഗികളെ ശുശ്രൂഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ മാതാപിതാക്കളുടെ പൂർവ്വശാപം മാറാൻ ആവശ്യമാണെന്നുള്ള ബോധ്യത്തിലാണ് ചെയ്തത്. എൻ്റെ അപ്പം വഴി അമ്മ വഴി ഒത്തിരി ശാപങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തീരാൻ വീട് വിട്ടു, പറഞ്ഞിടത്തെല്ലാം പോയി. അതെല്ലാം കഴിഞ്ഞ് പാലവളം മിഷൻ സെൻ്ററിലെ ശുശ്രൂഷയ്ക്കിടയിൽ എന്നെ വഴി നടത്തുന്ന ഒരു പ്രവാചകനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അനേകർക്ക് അനുഗ്രഹം വാരിക്കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് അങ്ങയുടെ പരുവം തോന്നി. എനിക്ക് എന്നാ കിട്ടാത്തത്? ഒത്തിരി പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ പരുവച്ച് വേണമെങ്കിൽ ഇറങ്ങി പോയിട്ടുണ്ട്. എന്താ ഇങ്ങനെ എനിക്ക് മാത്രം ഈ അനുഗ്രഹം തരുന്നില്ല. എന്നെ മാറ്റി നിർത്തി ആത്മവ്യാപാരം നടത്തണമെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ നിർത്തേണ്ടി വന്നു. നാണുകേട് വരികയില്ലേ? ഇറങ്ങി അങ്ങ് പോയി. പിന്നെ തിരിച്ചു വന്ന ക്ഷമ ചോദിക്കേണ്ടി വന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അനുഗ്രഹം കിട്ടിയില്ലേ, അനുഗ്രഹം തരുന്നവരോടും മുൻഗാമികളോടും അല്ലെങ്കിൽ നമ്മളെ നടത്തുന്നവരോടും നമുക്ക് പരിഭവവും പരാതിയും ദേഷ്യവും തോന്നാൻ സാധ്യതയുണ്ട്. കാലത്തിനു മുമ്പൊന്നും 40 കൊല്ലത്തിന് മുമ്പ് ഞാൻ നിങ്ങളെപ്പോലെ പരിഭവിച്ച ആളാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ശേഷം വേറെ സ്ഥലത്ത് മാറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവാനുഗ്രഹം തന്നത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നാകണമെന്നില്ല അനുഗ്രഹം കിട്ടുന്നത്. അത് നമ്മൾ മാറിയിരിക്കേണ്ടി വരും. എവിടെ ഇരിക്കണമെന്ന് കർത്താവ് പറയും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അലയേണ്ടി വരും, ഉലയേണ്ടി വരും. അതിനൊക്കെ കർത്താവിന് ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇവിടെ വന്ന 40 കൊല്ലത്തിനിടയിൽ അമേരിക്കയിൽ 3 പ്രാവശ്യം പോകേണ്ടി വന്നു, സിംഗപ്പൂരിൽ പോകേണ്ടി വന്നു, വടക്കേ ഇന്ത്യയിലെ പല പട്ടണങ്ങളിൽ പോകേണ്ടി വന്നു, രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടക്കേണ്ടി വന്നു, പലയിടങ്ങളിൽ യാത്ര ചെയ്ത് 1000 കിലോമീറ്റർ അകലമുള്ള 2 പള്ളികളുടെ ചുമതല നടത്തേണ്ടി വന്നു. ഒരു പള്ളിയിലെ പരിപാടി കഴിഞ്ഞാൽ ട്രെയിനിൽ കയറി, ട്രെയിനിലാണ് പിന്നെ താമസം. പല സ്റ്റേഷനിൽ ഇറങ്ങി കയറി അവിടെ ചെന്ന് പിന്നെ അങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ട്. അച്ഛന്മാർ പോകുകയില്ലാത്ത പള്ളികളിൽ പോയി അവിടുത്തെ പ്രശ്നങ്ങളുള്ള എല്ലാത്ത് പോയി പള്ളിയിൽ തമ്പടിച്ച് അവിടെയുള്ളവരെ വിളിച്ചുകൂട്ടി ബൈബിൾ ക്ലാസ് നടത്തി പ്രാർത്ഥിച്ച് അവിടെ പ്രശ്നം പരിഹരിച്ച് പൊതുയോഗം നടത്തി പള്ളിയും പണിത് അത് വേറെ അച്ഛനെ ഏൽപ്പിച്ചതായിരിക്കും വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഡെറാഡൂൺ തൊട്ട് കന്യാകുമാരി വരെ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ നെടുകയും കുറുകയും സഞ്ചരിക്കേണ്ടി വന്നു. ഇതൊക്കെ എൻ്റെ ശാപം തീരാനായിരുന്നു. സന്തോഷത്തോടെ അത് ചെയ്തുകൊണ്ടാണ് ഇവിടെ 30ാമത്തെ വയസ്സിൽ കയറി വന്നപ്പോൾ എൻ്റെ ഗുരു 5 കൊല്ലത്തേക്ക് ഒരു പണിയും ചെയ്യേണ്ട, മാറി കയറി എന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ അവസരം തന്നു. വല്ലവരും ജയിക്കുന്ന പണിയാണോ? എല്ലാ പണിയും വിട്ടിട്ട് കയറി എന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. 35 വയസ്സ് വരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അഭിഷേകം കിട്ടാൻ തുടങ്ങിയത്. ആ അഭിഷേകമാണ് ഈ ശുശ്രൂഷയിൽ എന്നെ ആക്കിയതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആരും പരിഭവിക്കരുത്, കോപിക്കരുത്, പിറുപിറുക്കരുത്. എല്ലാവരും ഒരേ ഇനമല്ല.
എല്ലാവരും പല ഇനമാണ്, എല്ലാവരും യുണീക്കാണ്. ഏതെങ്കിലും ഒരു ഇനമാണ്. 400 കൊല്ലം അടിമപ്പണി ചെയ്യേണ്ട അബ്രഹാമിൻ്റെ മക്കളുടെ ഇനത്തിൽപ്പെട്ടതാകാം, 38 കൊല്ലം തളർന്നു കിടന്നവൻ്റെ ഇനമാകാം, 18 കൊല്ലം കൂനി നടന്നവരുടെ അവളുടെ ഇനമാകാം. ഏതെങ്കിലും ഇനമായാലും കർത്താവ് നമ്മളെ കൈവിടുകയില്ല. കൃത്യസമയത്ത് കർത്താവ് അനുഗ്രഹമായിട്ട് വരും. നമ്മൾ വിളിച്ചില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, പള്ളിപ്പോക്ക് തുറന്നാൽ മതി. കൃത്യസമയത്ത് അവൻ നമ്മുടെ അനുഗ്രഹം കൈകൊണ്ട് ആ പ്രത്യാശയോടെ നിങ്ങൾ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കഴിഞ്ഞ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും കൂടിയാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം ഇവിടെ ഇങ്ങനെ സമാഹരിക്കുക. ഇന്ന് വായിക്കേണ്ട വേറൊരു വേദഭാഗം കൂടി ഉണ്ട്. അത് സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 4 മുതൽ 7 വരെയും കൂടി ഉണ്ട്. യേശു അരുളി ചെയ്തു, പകലുള്ളതുവരെ എന്നെ അയച്ചവന്റെ പ്രവൃത്തിയിൽ നിവർത്തിക്കേണ്ടതാകുന്നു. ഒരുവനും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലിരിക്കുവോളം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി ആ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് കുരുടന്റെ കണ്ണിൽ തേച്ചിട്ട് അവരോട്, നീ പോയി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരികെ വന്നു. പോയ വഴിക്ക് വേറെ പല കിണറും വേറെ പല കുളമൊക്കെ കണ്ടു കാണും. എന്നാൽ പിന്നെ ഇങ്ങോട്ടങ്ങ് കഴിയാൻ മതി എന്ന് വിചാരിച്ചോ? ശീലോഹാവ് തന്നെ പോകേണ്ടി വന്നു. പറയുന്നിടത്ത് പോകണം. അത് അവൻ ഇടയ്ക്ക് വേണേൽ തോന്നാമായിരുന്നു, എന്തിനാ ഇത്രയും നടന്നുപോയി അവിടെ കഴുകുന്നത്, വേറെ എങ്കിലും വെള്ളമില്ല എന്നിട്ടാണോ? അപ്പം പറയുന്നതിനൊക്കെ അർത്ഥമുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പൂർണ്ണമായി അനുസരിച്ചാൽ മാത്രമേ പോകാൻ പറയുന്നിടത്ത് പോയി പറഞ്ഞ പോലെ ചെയ്തെങ്കിലേ കണ്ണു തുറക്കുള്ളൂ. അങ്ങനെ കണ്ണു തുറന്ന് അവനാണ് പിന്നെ കർത്താവിൻ്റെ സാക്ഷിയായി മാറിയെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അകത്തെ കണ്ടു തുറക്കുവാൻ 8 കൂട്ടം കാര്യങ്ങൾ കൂട്ടണമെന്ന് 2 പത്രോസ് 1-ാം നമ്മൾ വായിച്ചു. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രതി. ഇവ ഇല്ലാത്തൊരു കുരുടരാണ്. ഈ 8 കൂട്ടം കാര്യം കൂട്ടി കണ്ണുകൊണ്ട് മാത്രമേ വിളിക്കുന്ന ദൈവത്തെ കാണാനൊക്കെ ഉള്ളൂ. ദൈവവിളി തിരിച്ചറിയുവാനും ദൈവത്തിന്റെ മഹത്വം കാണുവാൻ യെശയ്യാ 6-ാം അധ്യായത്തിൽ യെശയ്യാവ് ദൈവത്തിന്റെ മഹത്വം കണ്ട് തന്റെ വൃത്തികേട് മനസ്സിലാക്കി. അപ്പോഴാണ് കുറ്റബോധം ഉണ്ടായി കുമ്പസാരിച്ചത്. ഞാൻ അകൃത്യം പാപികളുടെ ഇടയിൽ ഞാൻ കഴിയുന്നു, ഞാൻ നാക്ക് വൃത്തികേട്ടതാണ്, മോശമാണെന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞപ്പോഴാണ് നാക്കിൽ തീക്കട്ടമുണ്ട്. ഇതിന്റെ ശേഷമാണ് ഞാൻ ആരെ അയക്കേണ്ടു, ആരെ എനിക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം കേട്ട് വോളണ്ടിയറായിട്ട് ഇറങ്ങുമായിരുന്നു. ഇറങ്ങി പോടാന്നല്ല പറഞ്ഞ്, ആരെനിക്ക് വേണ്ടി പോകും, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വേണം, അല്ല നിർബന്ധിച്ചൊന്നുമല്ലോ ആരെയൊക്കെ കൊണ്ട് ജയിക്കേണ്ടത്. ആവശ്യങ്ങൾ അറിയുമ്പോൾ ദൈവം എന്തിനാണ് ഞാൻ കേൾക്കിയത് പറഞ്ഞത്, ഞാൻ പോകാനല്ലേ, ഞാൻ പോയേക്കാം. അങ്ങനെ പോയാലേ പ്രയോജനം ഉള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കും. അപ്പം നിങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തും ചെല്ലുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവ് ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ള ശബ്ദം കേട്ട് പോകേണ്ടി വരും. 41 കൊല്ലം മുമ്പ് പാലവിള മിഷൻ സെന്ററിലെ ഒരാശുപത്രിയിലെ ഡോക്ടറായിട്ട് ലൈസൻസ് എടുക്കാൻ പോയ വഴിക്ക് വണ്ടി കിട്ടാതെ തെരുവില്ലായൊരു സ്ഥലത്ത് രാത്രി താമസിക്കേണ്ടി വന്നു. നവജീവോദയം പ്രസിന്റെ സൈഡിൽ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് സമയം യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ അവിടെ താമസിച്ചപ്പോൾ അന്ന് രാത്രി കണ്ട ഒരു ദർശനത്തിലാണ് മാത്യൂസ് റമ്പാജനെ ആദ്യമായി ഞാൻ കാണുന്നത്. മാത്യൂസ് റമ്പാജൻ കരയുന്ന ശബ്ദവും മാത്യൂസ് റമ്പാജന്റെ വിലാപത്തോടുകൂടിയുള്ള കിടപ്പും കർത്താവ് കാണിച്ചു തന്നു. എനിക്ക് പിൻഗാമിയായിട്ട് ആരുണ്ട്? എനിക്ക് വയസ്സൊത്തിരിയായി, എന്നെ നോക്കാൻ ആരില്ല, നടുതിരുമാൻ ആരുമില്ല, എനിക്ക് ആഹാരം ഉണ്ടാക്കി തരാനില്ല, ശുശ്രൂഷയ്ക്ക് വിടാനാളില്ല, ഉള്ളവരെല്ലാം പോയി, ഞാൻ ഒറ്റയ്ക്കായി, ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കരയുന്ന മാത്യൂസ് റമ്പാജനോട് കർത്താവ് പറഞ്ഞു, ഞാനൊരാളെ വിടുന്നുണ്ട്, അവനെ വിടരുത്, പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം ആ ശബ്ദം കേട്ട് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ശബ്ദം കിട്ടിയപ്പോൾ എനിക്കും അങ്ങനെ ശബ്ദം കണ്ടിട്ടാണ് ഞാൻ തപ്പിപ്പിടിച്ചാണ് ഒരു സന്ധ്യക്ക് കയറി ചെന്നത്. അപ്പോഴാണ് സണ്ണിക്കുട്ടിയാണെന്ന് ചോദിച്ച് അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുന്നുള്ള ശബ്ദം പല വിധത്തിൽ സ്വപ്നങ്ങൾ കൂടിയും സാഹചര്യങ്ങൾ കൂടിയും ചെയ്യും. അങ്ങനെ ആ മൈലപ്പുറം ആശ്രമത്തിന്റെ ആവശ്യങ്ങൾ അദ്ദേഹം ദൈവസന്നിധിയിൽ അറിയിച്ചപ്പോൾ ദൈവാത്മാവ് അത് എന്നെയും കാണിച്ചിട്ട് ഞാൻ ആ ബോധത്തോടെ തപ്പിപ്പിടിച്ച് കയറി ചെന്നുകൊണ്ടാണ് ആശ്രമം ഉണ്ടായത്, ധ്യാനമന്ദിരം ഉണ്ടായത്, ഈ പരിപാടികളെല്ലാം അവിടെ ഉണ്ടായെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലായിരുന്നെങ്കിൽ ഇത് പേക്കനാവാണെന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ എൻ്റെ ചരിത്രവും ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രവും മറ്റൊന്നാകുമായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യാമെങ്കിൽ ദൈവത്തിനെ നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു മനസ്സിലായി നമ്മൾ പലതും ഉപേക്ഷിക്കേണ്ടി വരും. പലതും ഉപേക്ഷിച്ച് പലയിടത്ത് നിൽക്കേണ്ടി വരും, പോകേണ്ടി വരും. ഒരു ആശുപത്രിയുടെ ഡോക്ടറായിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിലുള്ളപ്പോഴാണ് ഞാൻ കുശിനിപ്പണി ഏറ്റെടുത്തത്.
മാത്യൂസ് പ്രവാചകൻ എന്ന് കുശിനി പണിക്ക് ആളില്ല, കപ്പ്യാർ പണിക്കാൻ കപ്പ്യാരുടെയും കുശിനിയുടെയും പണി ഏറ്റെടുത്തിട്ടാണ് ആ വേല അങ്ങോട്ട് ആരംഭിച്ചത്. അവിടെ നിന്നത് കൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്ന് ഞാൻ പറയുന്ന അർത്ഥം. അപ്പോൾ ദൈവം കൽപ്പിക്കുന്നത് എന്തും ചെയ്യുവാൻ, എവിടെയും പോകാൻ, എന്തും ഉപേക്ഷിക്കുവാൻ, എന്തും തയ്യാറായാൽ മാത്രമേ ദൈവത്തിൻ്റെ ധനത്തിൻ്റെയും മാനത്തിൻ്റെയും ജീവൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടങ്ങൾ തുറന്നു വരൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട്, കണ്ണ് തുറക്കണമെങ്കിൽ ഈ 8 കൂട്ടം കാര്യങ്ങൾ കൂടണം. ദൈവത്തോട് ചോദിക്കാനും ദൈവത്തോട് സംസാരിക്കാനും പഠിക്കണം. 5 കൊല്ലം മൗനമായിട്ടിരുന്നപ്പോൾ ദൈവത്തോട് സംസാരിക്കാനും ദൈവം സംസാരിക്കാൻ കേൾക്കാനുള്ള അക്ഷരമാലയാണ് ആദ്യം പഠിപ്പിച്ചത്. നമ്മൾ സ്കൂളിൽ പോയാൽ പിള്ളേരെ ABCD I ഒക്കെ പഠിച്ചിട്ടാണ് പിന്നെ പുസ്തകം വായിക്കാൻ തുടങ്ങുന്നത്. ആത്മീയ മണ്ഡലത്തിൽ ദൈവം സംസാരിക്കുന്ന അക്ഷരമാല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അക്ഷരങ്ങൾ കൂട്ടി വെച്ച് വായിക്കാൻ അറിയാവോ? ഇതൊക്കെ ആദ്യം പഠിക്കേണ്ടത്. അതിനൊക്കെ സമയം ഒത്തിരി എടുക്കും. കിട്ടുന്ന സമയം ദൈവത്തിൽ ഇരുന്നാൽ കർത്താവ് ആത്മീയ മണ്ഡലത്തിൽ ദൈവം സംസാരിക്കുന്ന ഭാഷയുടെ അക്ഷരമാല ആദ്യം പഠിപ്പിക്കും. അതെല്ലാം കുറിച്ചിടണം. അവസാനം അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കാനും, വാക്കുകൾ ചേർത്ത് വാചകങ്ങൾ ഉണ്ടാക്കാനും, വാചകങ്ങൾ ചേർത്ത് ഖണ്ഡികകൾ ഉണ്ടാക്കാനും, എസ്സേ എഴുതാനും, പ്രബന്ധം എഴുതാനും, പുസ്തകം എഴുതാനും വരെ നമുക്ക് സാധിക്കും ദൈവത്തെക്കുറിച്ച്. അങ്ങനെയാണ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾ ഇൻ ക്രൈസ്റ്റ് എന്ന പേരിൽ PhDക്കുള്ള തീസീസ് എഴുതിയത്. അങ്ങനെയാണ് പരിശുദ്ധാത്മ പറഞ്ഞതനുസരിച്ചാണ്. ഓരോ യൂണിവേഴ്സിറ്റികളുടെ ലൈബ്രറിയിൽ പോയത് ഇന്ന പുസ്തകം, ഇന്ന ഷെൽഫിലെ ഇന്ന പുസ്തകം എടുക്കുക, അതിന് ഇന്ന പേജ് തൊട്ട് ഇന്ന പേജ് വരെയുള്ള സ്ക്യൂറോസ് കോപ്പി എടുക്കുക എന്ന് പറഞ്ഞ് അതിന് കോപ്പിയെല്ലാം എടുത്തുകൊണ്ട് ആശ്രമത്തിൽ വന്ന് അതിനൊരു പ്രത്യേക മുറി ഉണ്ടാക്കാൻ അങ്ങോട്ട് കയറിയതാണ് ഈ തീസീസ് എഴുതിയത്. അങ്ങനെയാണ്. പരിശുദ്ധാത്മാവായിരുന്നു എൻ്റെ ഗൈഡ്. പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും അനുസരിച്ച് പോകാനുമുള്ള പഠനമാണ് ആദ്യം നടക്കേണ്ടത്. ഇതുവല്ല നിങ്ങൾക്കറിയാവോ? അങ്ങനെ ഏത് കാര്യം ചോദിച്ചും പറഞ്ഞു ചെയ്യത്തക്കതായ ദൈവത്തോട് സംസാരിക്കുന്ന കേൾക്കാനുള്ള അവസ്ഥയിലേക്ക് വളർന്നെങ്കിൽ മാത്രമേ ഈ വിശുദ്ധന്മാർ പോയ പാതയെ പോകാനൊക്കെ അതിന് ഒത്തിരി നാൾ പഠിക്കുക. എത്ര കൊല്ലം പഠിച്ചാൽ നട്ടം വല്ലതുണ്ടോ? കൊച്ചു കാര്യം വല്ലതുമാണോ? അതുകൊണ്ട് നമ്മുടെ ലോകത്തേക്കാൾ വിലയുള്ള നമ്മുടെ പ്രാണനെ സ്വർഗത്തിലെ ബാങ്കിൽ നിക്ഷേപിച്ചെങ്കിലേ കർത്താവ് തൻ്റെ കൃപകളും കൃപാവരങ്ങളും നമ്മൾ ഏൽപ്പിക്കുകയുള്ളൂ. ഇന്ന് വായിച്ച വേദഭാഗത്ത് നിങ്ങളുടെ സമ്പാദ്യം വിറ്റ് ഭിക്ഷ കൊടുക്കുകയും കള്ളനെടുക്കാത്തതും ചിതൽ നശിപ്പിക്കാത്തതുമായ സ്വർഗത്തിൽ പഴകിപ്പോകാത്ത വണസഞ്ചികളും തീർന്നു പോകാത്ത നിക്ഷേപങ്ങളും നിങ്ങൾ കരുതിക്കൊള്ളുകയും നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം മുഴുവൻ സ്വർഗത്തിലെ പിതാവിൻ്റെ വലതുമാതിരിക്കുന്ന പുത്രൻ്റെ ഉള്ളിലാക്കാമെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെ എത്തിച്ചേരും. കർത്താവിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയം കൂടെ പറ്റിച്ചേരുമ്പോഴാണ് വെളിപ്പാടുകൾ ഉണ്ടാകുന്നത്. ആ വെളിപ്പാടിൻ്റെ പശ്ചാത്തലത്തിലാണ് വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ദൈവപരിപാടികൾ ഉണ്ടാകുന്ന കാര്യം ഓർപ്പിക്കുന്നു. ലോകത്തേക്കാൾ വിലയുള്ളതാണ് നമ്മുടെ പ്രാണൻ എന്നറിയാവും. ഈ ലോകത്തേക്കാൾ വിലയുള്ളതാണ് പ്രാണൻ. ഇപ്പോൾ 1 സെന്റ് സ്ഥലത്തിന് എന്നാ വിലയുണ്ട്? ഇവിടെ ലക്ഷക്കണക്കിന് രൂപ വിലയുണ്ട്. 1 ഏക്കറിന് എത്രയുണ്ട്? ലോകം എത്ര ഏക്കറാ? അപ്പം എത്ര കോടി രൂപ വിലയുള്ളതാണ് ലോകം. അതിനേക്കാൾ വിലയുള്ളതാണ് ഒരു ദിവസത്തെ പ്രാണൻ. നിങ്ങൾക്ക് വല്ല കൂസലുമുണ്ട് ഈ പ്രാണൻ പാതാളത്തിൽ കളയാൻ? സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ പാതാളത്തിലേക്ക് എടുത്തങ്ങ് ചാടുക. എത്ര ദിവസത്തെ പ്രാണൻ പാതാളത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ദുഃഖം മാറാത്തത്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാണനെ പിതാവിന് വലതുഭാഗത്തിരിക്കുന്ന പുത്രന്റെ അകത്താക്കിയാൽ സന്തോഷങ്ങളും പ്രമോദങ്ങളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെവിടെയാ? 16-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം. അവന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും എന്നും സന്തോഷമുണ്ട്. അപ്പൊ സന്തോഷവും പ്രമോദവും ഇല്ലെങ്കിൽ എൻ്റെ കാര്യം എന്നാ? നമ്മുടെ ലോകത്തേക്കാൾ വലിയുള്ള പ്രാണൻ അങ്ങോട്ടല്ല പോകുന്നത്, കീഴോട്ടാണ് പോകുന്നത്. ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാണ്. കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു എന്ന് സദൃശവാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്. ഇത് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ലോകത്തേക്കാൾ വലിയുള്ള എത്ര ദിവസത്തെ പ്രാണൻ പാതാളത്തിൽ ഇനിയും കിടപ്പുണ്ട്. അതിന് എത്ര നാൾ ഇനിയും കാത്തിരിക്കണം? എത്ര കൊല്ലം കാത്തിരുന്നാൽ നട്ടം വല്ലതുണ്ടോ? സ്വർഗം കിട്ടുന്ന കാര്യമല്ലേ? അതുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് പിറുപിറുക്കാതെ ക്ഷമയോടെ നമ്മളെയും നമ്മുടെ പൂർവികരുടെയും പ്രാണനെ വീണ്ടെടുത്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രന്റെ മാറിലെത്തിച്ചാൽ രക്ഷപ്പെട്ടു. അതാണ് സ്വർഗത്തിലെ ബാങ്ക്. സ്വർഗത്തിലെ ബാങ്ക് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ശരീരം തന്നെയാണ്. അവിടേക്ക് നമ്മുടെ നിക്ഷേപം, പ്രാണന്റെ നിക്ഷേപം മുഴുവൻ വിടാമെങ്കിൽ ആ പ്രാണന്റെ നിക്ഷേപത്തിൽ മുഴുവൻ സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും നിറച്ചതിന് ശേഷം നമ്മളെ ഇങ്ങോട്ട് വിടും. അതുകൊണ്ട് മാത്രമേ ദൈവത്തിന്റെ വേല ചെയ്യാനൊക്കെ ഉള്ളൂ, കർത്താവിൽ സന്തോഷിക്കാനൊക്കെ ഉള്ളൂ, ജന്മസാവല്യം ഇടയാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഒത്തിരി വളരാനില്ല. ഇനി കർത്താവ് വരാത്തതിന് നന്ദി പറയണ്ടേ? എന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എന്തിനാ? ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവിന്റെ വരവ് മാറ്റി വെച്ചതിന് നന്ദി. കർത്താവെ, ഞങ്ങൾ ദീർഘക്ഷമയോടെ 400 കൊല്ലം 38 കൊല്ലം 40 കൊല്ലം എത്രയോ വർഷങ്ങളെ ആരെല്ലാം എവിടെയെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് അവർ വിശുദ്ധരായി മാറിയത്. ഞാൻ എത്ര കൊല്ലം വേണേലും കാത്തിരുന്നോളാം. ആരെല്ലാം വരണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വരും. നീ പോകാൻ പറഞ്ഞിടത്തൊക്കെ ഞാൻ പോകും. അങ്ങനെ ഏലിയാവിൻ്റെ പുറകെ ഏലീശ നടന്നതുപോലെ ദൈവവേല ചെയ്ത ആത്മാവിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് എടുക്കപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കേൾവിക്കാരുടെ നിർത്തിയായിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു. കുറിച്ച് ഒരു ബോധവും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇത് കാരണം കർത്താവെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇരിക്കാൻ ഇടവില്ലാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ കടന്നു വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മരിച്ച ലാസർ കർത്താവെ നാറ്റം വെച്ചുകൊടുങ്ങി ചീഞ്ഞ് ആറിയ അവസ്ഥ, ആ അവസ്ഥയിൽ കർത്താവ് ചെന്ന് ലാസറിനെ പുറത്ത് കൊണ്ടുവന്ന് കർത്താവെ പന്തിലിരുന്ന് ലാസർ കർത്താവിനോടൊപ്പം സന്തോഷിച്ചു. എന്നാൽ ഞങ്ങളുടെ ചീഞ്ഞ് നാറിക്കിടക്കുന്ന വശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ ചീഞ്ഞ് നാറുന്ന ഒരവസ്ഥയിലാണ് കർത്താവെ ഞങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യർക്ക് കൊള്ളാത്തവരായിട്ട് ഞങ്ങൾക്ക് മറ്റുള്ളവർക്കോ ഞങ്ങളുടെ മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ ഗുരുക്കന്മാർക്കോ ആർക്കും കൊള്ളാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ചീഞ്ഞ് നാറി കിടക്കുന്നതുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് നാട്ടം വെച്ച് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾ സംബന്ധിക്കുന്നത്. മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ പന്തിയിലിരുന്നു സന്തോഷിച്ചു. ഞങ്ങൾക്ക് ഇതുവരെ കർത്താവിനോടൊപ്പം പന്തിയിലിരുന്ന് സന്തോഷിക്കാൻ കഴിയാതെ പാവക്കരകൾ ഞങ്ങളെ കയറിപ്പിടിച്ച് പാപത്തിന്റെ അവസ്ഥയിൽ ഞങ്ങൾ വീണ് കിടക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഈ നല്ല ക്രിസ്മസിലൂടെ കർത്താവെ ഞങ്ങൾ ഒരു വർഷക്കാലം ഞങ്ങളെ കഴിഞ്ഞുപോയിട്ട് വീണ്ടും ഒരു പുതിയ വർഷം ഞങ്ങളിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ പലർക്കും പല ആശംസകൾ നൽകാറുണ്ട്. പുതിയ സംവത്സരങ്ങൾ കർത്താവെ ഞങ്ങളിലൂടെ വിട്ടുപോകുമ്പോൾ ഞങ്ങൾ പുതിയൊരു ഒരു വർഷം കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ഞങ്ങൾ ആശംസ നൽകുമ്പോൾ ആ ആശംസ ഇരിക്കാൻ കർത്താവെ ഞങ്ങൾ കൊടുക്കുന്നവർക്കോ ഞങ്ങൾക്ക് പറയുന്നവർക്കോ ഒരു ആശംസയ്ക്ക് സന്തോഷത്തിന് ഇടവില്ലാതാണ് ഞങ്ങൾ മറ്റുള്ളവരോട് സന്തോഷിക്കാൻ പറയുന്നത്. കർത്താവെ അതിന്റെ കാരണം പല ആശംസകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും ദുഃഖം മാറുന്നില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങൾക്കും ദുഃഖം മാറിയിട്ടില്ല, കിട്ടുന്നവർക്കും ദുഃഖം മാറിയിട്ടില്ല. അതിന്റെ കാരണം ഞങ്ങളും കർത്താവിലായിട്ടില്ല, അവരും കർത്താവിലാകാത്തതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിനി മറ്റുള്ളവർക്ക് ആശംസ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യം സന്തോഷിക്കണം. ഞങ്ങളിലൂടെ നിറഞ്ഞു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഒഴുകുന്ന അവസ്ഥയാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതെന്ന് കർത്താവെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിലൂടെ കർത്താവെ അല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ ആർക്കും ആശംസ കൊടുക്കാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ആശംസ കൊടുക്കുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന് മാത്രമായിട്ടുള്ളത്. ഇതുവരെ ഞങ്ങൾക്ക് ദുഃഖിക്കുക കർത്താവെ സന്തോഷിക്കാൻ കഴിയാതെ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രാവശ്യം സമാധാനത്തോടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്, സമാധാനം തന്നിട്ടുണ്ട്. എന്നാൽ ഈ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. കർത്താവെ ഞങ്ങൾ സമ്മതിക്കുന്നു, ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ സൃഷ്ടികളായി നമുക്ക് മാറുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണം കർത്താവെ. അവിടുന്ന് അബ്രഹാമിനോട് കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങൾക്ക് പല വാഗ്ദാനങ്ങൾ തന്നു, ഞങ്ങൾ നിറവേറ്റിയിട്ടില്ല. ലോത്ത് അബ്രഹാമിനെ കണ്ടുകൊണ്ടിറങ്ങി. എന്നാൽ കർത്താവെ ഞങ്ങൾക്ക് പല വ്യക്തികളെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ലോത്തിനെ പോലെ പരാജയപ്പെട്ടു പോകുന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു. ലോത്തും കുടുംബവും നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ ഞങ്ങൾ കേട്ടു. അമോന്യരായി തീർന്ന ഒരവസ്ഥ, പാപത്തിന്റെയും ശാപത്തിന്റെയും അവസ്ഥയിലേക്ക് കർത്താവെ സംവത്സരങ്ങൾ തലമുറകൾ ശാപം അനുഭവിക്കേണ്ടി വന്ന ഒരവസ്ഥ ദൈവകൽപ്പന അനുസരിക്കാതെ പോയതുകൊണ്ട്. എന്നാൽ അബ്രഹാം കർത്താവെ ദൈവത്തെ നോക്കി ഇറങ്ങിക്കൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു തലമുറയായി അബ്രഹാമിന്റെ പിതാവെന്ന് പേരിൽ പോലും പിതാവായ ദൈവത്തെ അറിയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. കർത്താവെ നിൽക്കേണ്ടടുത്ത് ഞങ്ങൾ നിന്നിട്ടില്ല, കേൾക്കേണ്ടത് ഞങ്ങൾ കേട്ടിട്ടില്ല, പോകേണ്ടടുത്ത് ഞങ്ങൾ പോയിട്ടില്ല. ഈ അവസ്ഥ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ഇന്ന് മുതൽ ഞങ്ങൾ നിൽക്കേണ്ടടുത്ത് നിന്നാലേ അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞു, പോകേണ്ടടുത്ത് പോയാലേ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്ന് ഞങ്ങളോട് പഠിപ്പിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം ഞങ്ങൾ ഇതുവരെയും പോകേണ്ട പോലെ പോയിട്ടില്ല, ചെയ്യേണ്ട പോലെ ചെയ്തിട്ടില്ല, പറയേണ്ട പോലെ പറഞ്ഞിട്ടില്ല, കേൾക്കേണ്ട പോലെ കേട്ടിട്ടില്ല. ഒന്നും കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. അതുകൊണ്ട് കർത്താവെ ഒരു നീതി സമാധാനം പരിശുദ്ധമുള്ള സന്തോഷം അനുഭവിക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി ചെയ്യണമെങ്കിൽ കൽപ്പന ലഭിച്ച പ്രമാണിക്കണം. കർത്താവ് ചെയ്ത പ്രവൃത്തി കർത്താവ് വിശ്വസിക്കുന്നവരും ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് കർത്താവ് ചെയ്ത പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങളാകുന്ന പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങൾ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തിട്ടില്ല, കർത്താവിന് ഞങ്ങളായിട്ടില്ല, ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. അവിടുന്ന് മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ടാണ് ഞങ്ങളെ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് അവിടുന്ന് കർത്താവ് ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചല്ലോ ദൈവമേ. അവിടുന്ന് കർത്താവ് ഞങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് കർത്താവ് മുന്നൊരുക്കിയ കാര്യങ്ങൾ ചെയ്യാനാണ്. ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനൊരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ആ കുടുംബപ്രകാരം ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവെ സൽപ്രവർത്തികൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തി ചെയ്യണമെങ്കിൽ യേശു ഞങ്ങളിൽ ജീവിക്കണം. ഇതുവരെ ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കാനോ ഞങ്ങൾക്ക് യേശു ഞങ്ങളിൽ ജീവിക്കാനോ ഞങ്ങളെ വിട്ടു തന്നിട്ടില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ പൗലോസ് പറഞ്ഞു, എന്നെ ജീവിക്കുന്ന ഞാനല്ല എങ്കിൽ ക്രിസ്തു അത്രേ. എന്നാൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ക്രിസ്തുവിനെ വിട്ടു തരാനോ ക്രിസ്തു ഞങ്ങളിൽ ജീവിക്കാനോ ഒരിടമില്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ ആയിപ്പോയി ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണം. ഫറവോന്റെ സൈന്യത്തെ മുക്കിക്കൊണ്ട് ആ ചെങ്കടൽ അതുവരെ അവസാനം വരെ കാത്തിരുന്ന് 400 സംവത്സരം അടിമപ്പണി ചെയ്ത് വിശുദ്ധരായി മാറിയതുപോലെ കർത്താവെ അടിമയുടെ പണി ചെയ്യേണ്ടി വന്നാലും കർത്താവെ ഞങ്ങൾക്ക് എന്തെല്ലാം കേൾക്കേണ്ട വന്നാലും കർത്താവെ ഞങ്ങളുടെ ശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ജീവിക്കാൻ ഞാൻ കഴിയാത്തതുകൊണ്ടാണ് ശുദ്ധീകരണം നഷ്ടപ്പെട്ട് ഞങ്ങൾ അശുദ്ധരായി മാറിപ്പോയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ വിശുദ്ധരുടെ പട്ടികയിൽ ചേരണമെങ്കിൽ ഇനി ഞങ്ങൾ അടിമപ്പണി ചെയ്യേണ്ടിയിരിക്കുന്നു ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വശാപങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെയും പൂർവ്വികളിലൂടെയും തലമുറകളിലൂടെയും ഞങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നതായ പാപശാപങ്ങൾ മാറണമെങ്കിൽ കർത്താവെ ഞങ്ങൾ ചെങ്കടലിൽ കിടന്ന് വെള്ളം കുടിക്കാത്തത് കർത്താവിന്റെ കരുണ
സൈന്യത്തെ മുക്കിക്കളയുന്നവർ ഞങ്ങളെ പലപ്പോഴും മുക്കിക്കളയേണ്ട അവസ്ഥ കടന്നുപോയി. എന്നാൽ ദൈവത്തിന്റെ സ്നേഹമാണ് ഞങ്ങളെ മുക്കിക്കളയാതെ നിലനിർത്തിയേക്കുന്നത്. കർത്താവെ, ഞങ്ങളെ മാമോദിസായിലൂടെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ ആ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും ഞങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാകാതെ കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. പരിശുദ്ധാത്മാവിന് ദുഃഖം നിൽക്കാത്തതാണ് ഞങ്ങളുടെ ദുഃഖത്തിന് കാരണമെന്നും ഞങ്ങൾ സമ്മതിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലെയും ഞങ്ങളുടെ മാതാപിതാക്കളും മക്കളെ കുറിച്ച് ഭാരപ്പെടുന്ന വിവാഹം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ്, എന്നാൽ കർത്താവിന്റെ വിവാഹം നടക്കാത്തതാണ് ഞങ്ങളുടെ കാരണമെന്ന് ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്നും ഞങ്ങൾ സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. അതുകൊണ്ട് ഇന്നു മുതൽ കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ മക്കളായി പുതിയ മക്കളായി മാറുവാൻ കാണണം. വിവാഹം നിശ്ചയിക്കപ്പെട്ട കർത്താവിന്റെ വിവാഹം കർത്താവെ ഞങ്ങൾ മുഖാന്തരം മുടക്കിയത് കർത്താവ് ക്ഷമിച്ചിട്ട് ഞങ്ങൾ വിവാഹം മുടക്കിയതാകാതെ വിവാഹം നടത്തപ്പെടുന്നവരായി കർത്താവിന്റെ അസ്ഥി മാംസമായി തീർന്ന് കർത്താവിന്റെ സങ്കടം മാറ്റുവാൻ ഞങ്ങളെ പൂർണ്ണമായി വിട്ടു തരട്ടെ. ഞങ്ങൾ എത്ര കാലം വന്നു വന്നാലും ഞങ്ങൾ ആവശ്യം നേടാനല്ല കർത്താവിനെ കിട്ടണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ കേട്ടു 12 വർഷം രക്തസ്രാവ സ്ത്രീയെ കുറിച്ച്. അവിടെ രക്തസ്രാവം 12 വർഷം കൊണ്ട് നിൽക്കാനുള്ളൂ. 11 വർഷമായിട്ട് അവൾ കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള വരവ് നിർത്തിയില്ല, പള്ളിയിൽ പോക്ക് നിർത്തിയില്ല. അതുകൊണ്ടാണ് 12ാമത്തെ കാലം തികവിന്റെ തന്നെ അവർക്ക് ഇതാ രക്തസ്രാവം നിന്നത്, സൗഖ്യം കിട്ടത്. അതുപോലെ 18 വർഷം കൂലിയായിരുന്ന സ്ത്രീ തന്റെ കൂലി വെച്ചുകൊണ്ട് പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവൾ മാറി നിങ്ങൾ മനുഷ്യൻ പരിഹസിച്ചെങ്കിലും ദൈവ സമയമായപ്പോൾ അവരുടെ കൂലി മാറ്റി നിർത്തി. കൈവരുന്ന മനുഷ്യന്റെ കൈ നീട്ടാൻ പറഞ്ഞു. അവനൊന്നും അനുസരണക്കേട് കാണിച്ചില്ല. എന്റെ കൈ എനിക്ക് പൊക്കാൻ വയ്യ, എന്റെ കൈ എനിക്ക് നീട്ടാൻ വയ്യ, കൈ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നില്ല എന്ന് ചോദിച്ചു കർത്താവിനോട് ഒരു പരാതിയും പറയാതെ നീട്ടാൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ പൊക്കിയത് കൊണ്ടാണ് അവൻ സൗഖ്യം കിട്ടിയത്. അനുസരണത്തിന്റെ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങൾ അനുസരണക്കെട്ടവരായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ മറ്റുള്ളവരെ മനുഷ്യരെ ദൈവം ഞങ്ങൾ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. അനുസരണത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർത്താവ് എന്ത് ഞങ്ങളോട് പറയുന്നു അത്ര അതുപോലെ തന്നെ 38 വർഷം കിടന്ന മനുഷ്യൻ പരാതി പറഞ്ഞെങ്കിലും കർത്താവ് തക്ക സമയത്ത് സൗഖ്യം കിട്ടുന്നതുപോലെ ദൈവത്തിന്റെ സമയത്ത് തന്നെ കാത്തിരിപ്പിന്റെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ട് തൽക്ഷണം സൗഖ്യം പ്രാപിക്കുവാൻ, തൽക്ഷണം വിടുതൽ പ്രാപിക്കുവാൻ, ഞങ്ങളുടെ പ്രാണനെ കുറിച്ചുള്ള ഒരു അയ്യം വഴി ഞങ്ങളുടെ പ്രാണൻ ലോകത്തിന്റെക്കാട്ടിലും ലോകത്തിന്റെ വിലയേറിയ പ്രാണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വളർത്തി കിടന്നും കരയുമ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യമില്ല, അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. ക്ഷമിക്കണം. ഞങ്ങളുടെ പ്രാണം മുഴുവൻ യേശുവിന്റെ ഉള്ളിലാകുന്നവരെയും ഞങ്ങൾ മാറിക്കിടന്ന് അയ്യം വിളിച്ച് കരയുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എന്തു മുതൽ നിയന്ത്രിക്കണം. അതുകൊണ്ട് പുതുവർഷകാലത്ത് ഞങ്ങളുടെ പ്രാണം മുഴുവൻ നഷ്ടപ്പെട്ടതിനെ കർത്താവിന്റെ സന്നിധി കൊണ്ടുതന്ന് കർത്താവ് ഞങ്ങളുമായിട്ടൊന്ന് സന്തോഷിക്കുവാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ എല്ലാവരും കാര്യം വേണ്ട, ഒന്നിനെ വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു തരുന്നത് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി, തരുന്നത് മധുരമായിക്കോട്ടെ കയ്പായിക്കോട്ടെ. അതിൽ നിന്ന് കർത്താവെ ഞങ്ങൾ തിരിച്ചുകൊടുത്ത് വളർത്ത തിന്മേടുത്തിട്ടുള്ള ഭാഗവാദിനെയൊക്കെ തന്റെ അംശത്തിലൂടെ ചവിട്ടിയുള്ള ചവിട്ടി മാറ്റിക്കഴിഞ്ഞ മാറ്റിക്കെട്ടി പകരപ്പെടുത്തുള്ള പകരം